വിട്ടു കടന്നുപോയി വരാമായിരുന്ന ആപത്തനസ്ഥ രോഗദുഃഖാദികളിൽ നിന്നൊക്കെയും വിടിവിച്ച് അവിടുത്തെ പൗത്രമേറിയ തങ്കച്ചിടിയിൽ സൂക്ഷിച്ച വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. നീ നല്ലവനും വിശ്വസ്തനുമാണല്ലോ. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവേ. അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ അടിയൻ ഓർക്കുന്നു കർത്താവേ. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്ന്. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ തിരുവചനമായിരിക്കുക നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയന് അപ്രകാരം ഒരു ഹല്ലേലൂയ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കർത്താവേ. അവിടുത്തെ ഹല്ലേലൂയ തിരുമുഖം കണ്ടുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ അടിയന്റെ ജീവകാലം മുഴുവനും ഹല്ലേലൂയ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് ഹല്ലേലൂയ അടിയങ്ങളെ സമർപ്പിച്ചിരിക്കുകയാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. നീ ഹല്ലേലൂയ എന്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു, എന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ എന്റെ നിഷ്കളങ്കത്വം അറിയുന്ന ദൈവമാണല്ലോ കർത്താവേ. നീ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിയിരിക്കുക. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് ഈ രാത്രികാലവും ഈ സൂം മീറ്റിംഗില് അടിയൻ കടന്നു വരുവാൻ സ്വർഗ്ഗോട് ഇടയാക്കിയ വൻ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ പാട്ട പ്രാർത്ഥന ആരാധന എല്ലാം ഹല്ലേലൂയ അനുഗ്രഹപ്രദമായി തീരുവാൻ, ഹല്ലേലൂയ സ്വർഗത്തിൽ സന്തോഷമുളവാക്കുന്നതായി തീരുവാൻ എന്റെ സ്വർഗ്ഗം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. ആത്മാവിൽ ഹല്ലേലൂയ ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷിക ശബ്ദമല്ല, ദൈവത്തിന്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അടിയങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരേത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിന്മേൽ അവിടുന്ന് അത്ഭുത മറുപടി നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ എന്റെ സ്വർഗ്ഗം ഇടയാക്കണമേ. ഇത് റെക്കോർഡിങ് ചെയ്ത് അത് രണ്ടാമത് കേൾക്കുന്നവരൊക്കെ ഇത് കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ സന്നിധാനത്തിൽ സ്ഥിരതയോടെ നിൽപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലെങ്കിൽ യാതൊരു വിധമായ തടസ്സങ്ങളും ഉണ്ടാകാൻ എന്റെ സ്വർഗം സമ്മതിക്കരുത്. ആദിയോടന്തോടത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ട് മറുപടി തന്നിരിക്കുക. സ്തോത്രം കർത്താവെ. ഇത്ര വലിയ ഒരു ദർശനം പ്രിയ ജോൺസൺ പാസ്റ്റർക്കായി കൊടുത്തതിനാൽ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആ ദർശനം പൂർത്തീകരിപ്പാൻ എന്റെ കർത്താവെ അനേക രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. സ്തോത്രം സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്ക് ഒരു പാട്ട് പാടി മഹത്വപ്പെടുത്താം. ജോസ് നമ്മൾ അപ്പോൾ നമുക്ക് റെഡി ചെയ്യുന്നു, ഒരുമിച്ച് പാടി ഇത് ആരാധിക്കാം. ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കാരൽ തിങ്ങിടും വേളകളിൽ ഇരുൾ തിങ്ങിടും പാതകളിൽ കാരൽ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ താരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ താരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും
ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താൽ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമെന്നെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എത്ര നല്ലവനാം പ്രിയൻ ഇതാരയിൽ രുചിച്ചറിയ. ഇത്ര നല്ലവനാം പ്രിയനേ ഇതാരയിൽ രുചിച്ചറിയ. ഇടയായതിനാലൊടുവിൽ മാറിയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാലൊടുവിൽ മാറിയും ഇനി എനിക്കെന്നും താൻ മതിയാ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. Hallelujah. Praise the Lord. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ല ഇതുപോലൊരുവൻ. ഹല്ലേലൂയ. ഇത്ര നല്ലവരായ ഒരു കർത്താവിനെ പിൻപറ്റുള്ള ഭാഗ്യം ലഭിച്ചതോർത്ത്
സ്തുതിക്കണം. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും ചുമക്കും, എന്നും താങ്ങിയെന്നെ നടത്തും. കർത്തൻ തൻ കരത്തിൽ കൺമണി പോലെ കാക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇത്ര വലിയ ദൈവം, ഇവൻ എത്ര മഹാ, ഇവൻ എത്ര വലിയ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നാം ആയിരിക്കുന്ന ആ ദൈവം എത്ര വലിയൊരു ദൈവത്തോട് നാം വന്നിരിക്കുന്നത്. എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ശബ്ദത്തോട് പറഞ്ഞാലും മതി വരത്തില്ല. ഹല്ലേലൂയ. അതെ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വന്ന് കൃപകൾ തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ 325 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ കർദാസമാരെ കുടുംബങ്ങളെയും സഹോദര സഹോദരന്മാരെ കുഞ്ഞുങ്ങളെയും വേഗം എന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഇടയെത്തുന്നല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിച്ച സമയങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. നാം വളരെ പ്രാർത്ഥനായിരിക്കുന്നല്ലോ. ദൈവത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമത വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്ര സന്തോഷം, ഇത്ര സൗഭാഗ്യകരമായ അനുഭവം മറ്റെങ്ങും നമുക്ക് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ആകയാൽ രാത്രികാല പ്രാർത്ഥനയോടെ ഉണ്ടായിരിക്കാം. ഈ 325 ദിവസത്തിലെ ഹല്ലേലൂയ ദൈവ ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്ന പ്രിയ ദാസൻ, പ്രിയ റജി ബേബി അവർക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണപ്രകാരം നമ്മുടെ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർദാസൻ, പ്രിയ ജോസഫ് വർഗീസ് അവർ ആണ് ഈ പ്രിയ കർദാസൻ, പ്രിയ റജി ബേബി അവരെ നമുക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു നല്ല ഭക്തനും ഒരു പ്രാർത്ഥനാ മനുഷ്യനും സ്തോത്രം സഹോദരങ്ങൾക്ക് ഗുണകാംക്ഷിയും എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അത് ഒരു ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അനേക ദേവദാസന്മാർക്ക് അനേക പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുക്കുകയും അനേക കർത്താവിലേക്ക് വേണ്ടി അത് നേടുവാൻ ആ പ്രിയ കർദാസനും കുടുംബവും ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഓർത്ത് ഞാൻ ദൈവം സ്തുതിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതേ, അനേക ഭക്തന്മാർ പ്രിയവരെ കാണാൻ കഴിയുന്നെങ്കിലും ആത്മഭാരത്തോടെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിന് കരയുവാനും അവരെ കൈത്താങ്ങം കൊടുക്കുവാനും ഈ പ്രിയ കർദാസൻ, പ്രിയ റജി ബേബി കാണിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കുമായി ദൈവം സ്തുതിക്കുന്നു. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ തരണത്തിൽ കർദാസൻ, പ്രിയ റജി ബേബി അവരെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി ഉള്ള സമയമാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം വായിക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കേവലം ജ്ഞാനത്തിന് വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു വലിയ പ്രദർശനമായി കാണപ്പെടുവാൻ രാത്രി ഇടയാകുമാറാകട്ടെ. ഇവിടെ പ്രാർത്ഥന ആയിരിക്കാം. ദൈവ ശുശ്രൂഷയ്ക്കായി കർത്താവിനെ ക്ഷണിച്ചു ഞാൻ എന്റെ വാക്കുകളെ വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാസ്റ്റർ പറയുന്നത് ഒടുവിലായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേൾക്കാമല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ രാത്രിയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഉച്ചയോട് അടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. 1-2 മിനിറ്റുകൾ വൈകിയാണ് ഈ ലൈനിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞത്. കാരണം പ്രഭാതം മുതൽ ഞങ്ങളുടെ പ്രെയർ ലൈനിലായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ മീറ്റിംഗിൽ കഴിഞ്ഞാണ് ഇന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത്. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഭക്തൻ പാടിയതുപോലെ ഇന്ന് രാത്രിയിൽ എനിക്ക് പാടുവാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് എന്നെ യോഗ്യനാക്കി എൻ്റെ കർത്താവിന്, എന്നെ പ്രാപ്തനാക്കി എൻ്റെ കർത്താവിന് സർവ്വ പുകഴ്ചയും സർവ്വ ബഹുമാനവും ആരാധനയും അർപ്പിക്കുന്നു. സ്തോത്രം. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മളെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തേടി വന്ന അവന്റെ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതി കരേറ്റുന്നു, നന്ദി കരേറ്റുന്നു. കർത്താവിന്റെ അഭിഷക്തൻ പ്രിയ ജോൺസൺ പാസ്റ്റർ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഒന്ന് കടന്നു വരുവാൻ കഴിയുമോ എന്ന് ചോദിച്ച് എനിക്കൊരു മെസ്സേജ് ഇട്ടു. പ്രാരംഭത്തിലെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ജോൺസൺ പാസ്റ്ററെയോ ഈ ലൈനിലുള്ള ആരെയുമോ പരിചയമില്ല. എന്നെ പരിചയമുള്ള ആരെങ്കിലും ഈ ലൈനിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ
ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്ന ഞങ്ങളുടെ ന്യൂയോർക്ക് പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന, ഞാൻ അനുജന് തുല്യം സ്നേഹിക്കുകയും എന്നെ ഒരു ജ്യേഷ്ഠ തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ സണ്ണി പാസ്റ്റർ ഇവിടെ ഈ മീറ്റിംഗിൽ കടന്നു വരികയും ആത്മീക ശുശ്രൂഷകൾ നിങ്ങളോട് കൂടെ പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. തന്റെ ദാസൻ എന്നോട് പോലും പറയാതെയാണ് പ്രിയ ജോൺസൺ പാസ്റ്ററിന് എന്റെ നമ്പർ കൊടുക്കുകയും ഇങ്ങനെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തത്. അത് ഒരു കാര്യം നമ്മളെ വ്യക്തമായി മനസ്സിലാക്കുന്നത്, തന്റെ കൂടെ നിന്ന് ആത്മീക ശുശ്രൂഷകളിൽ കർത്താവിന്റെ ദാസനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന വാത്സല്യ സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന കരുതലും പരിഗണനയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഏകദേശം 40 വർഷങ്ങളായി മാത്രമുള്ള പരിചയമാണ് കർത്താവിന്റെ ദാസൻ പ്രിയ സണ്ണി പാസ്റ്ററുമായിട്ട് ഞങ്ങൾക്കുള്ളത്. എന്റെ സ്വദേശമായ മാവേലിക്കരയിൽ കുറത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലിയ ദൂരമില്ല കർത്താവിന്റെ ദാസൻ പ്രിയ സണ്ണി പാസ്റ്ററും കുടുംബവും. എങ്കിലും 2 ഡിസ്ട്രിക്റ്റുകളായതുകൊണ്ട്, അവര് മാവേലിക്കര വെസ്റ്റും ഞങ്ങൾ മാവേലിക്കര ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലായിരുന്നതുകൊണ്ട്, അങ്ങനെയൊക്കെയാണല്ലോ ഈ ഈസ്റ്റും വെസ്റ്റും അല്ലെങ്കിൽ സൗത്തും നോർത്തും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പരസ്പരം നമുക്ക് സംസാരിക്കാനുള്ള അവകാശമൊന്നുമില്ല. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സ്തോത്രം. ഞാൻ പരിചയപ്പെടാൻ കഴിയാതെ പോയത് ഏകദേശം 31 വർഷങ്ങളായി ഈ രാജ്യത്ത് ആയിരുന്നത് കൊണ്ട് അങ്ങനെ അടുത്ത് പരിചയപ്പെടുവാൻ എനിക്ക് സാവകാശം ലഭിക്കാഞ്ഞത് കൊണ്ടാണ്. പ്രൈസ് ലോർഡ്. സ്തോത്രം. എന്നാൽ കർത്താവിന്റെ ദാസനോട് ചേർന്ന് കഴിഞ്ഞ 40 വർഷങ്ങളായി ന്യൂയോർക്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആത്മീക ശുശ്രൂഷകളിൽ പങ്കാളികളാകുവാൻ കർത്താവ് ഭാഗ്യം തരുന്നു. പ്രൈസ് ലോർഡ്. 1-2 വാക്കുകൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തെ പ്രസ്താവിച്ചതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകി ഒരു എളിയ ആലോചന നിങ്ങളോട് ചേർന്ന് അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് എത്രത്തോളം ആയിരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാല. പ്രൈസ് ലോർഡ്. മരണത്തിന്റെ വക്കോളം എത്തിയ അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഓർക്കുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. രോഗത്തിന്റെ തീവ്രമായ വക്കുകളിൽ എത്തിയിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. അപകടങ്ങൾ മുഖാമുഖം കണ്ടിട്ടുണ്ട്. ഞാൻ കയറിയ ഫ്ലൈറ്റിന്റെ എഞ്ചിന് വരെ തീപിടിച്ച് ആ ഫ്ലൈറ്റ് വീണ്ടും റിട്ടേൺ ചെയ്ത് ലാൻഡ് ചെയ്ത അവസരങ്ങളൊക്കെ ജീവിതത്തിൽ ഓർക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കാരണം ദൈവത്തിനൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകനെ കുറിച്ച് പറയുന്നത്, നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ കണ്ടു. എന്റെ ജീവിതത്തിൽ അത് 100% അന്വർത്ഥമാണ്. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളായിരുന്നു. പ്രൈസ് ലോർഡ്. സ്തോത്രം. എന്റെ വാത്സല്യ എന്റെ മൂത്ത ജ്യേഷ്ഠൻ കൃത്യസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു ചില വർഷങ്ങൾക്ക് മുൻപ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 3-മനായി എന്റെ മാതാവിന്റെ ഉദരത്തിൽ ഞാൻ ഉരുവായി. പ്രൈസ്. നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെയുള്ള ഒരു വലിയൊരു കുഞ്ഞായിട്ടാണ് എന്റെ മാതാവിന്റെ ഉദരത്തിൽ ഞാൻ വളർന്നു വന്നതും. ഏകദേശം 10.5 പൗണ്ട് ഭാരമുള്ള ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ എന്റെ മാതാവിന്റെ ഉദരത്തിൽ വളർന്നു വന്നത്. കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റലിന്റെ റെക്കോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിൽ ഡോക്ടർ CT വർഗീസ്, എന്റെ മാതാവിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ CT വർഗീസ് എന്ന ഡോക്ടർ എന്റെ മാതാവിനെ ലേബർ റൂമിൽ കയറ്റിയതിനു ശേഷം പരിശോധനകൾക്ക് ശേഷം എന്റെ പിതാവും എന്റെ മാതാവിന്റെ മാതാവും പുറത്ത് ആ ലേബർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഡോക്ടർ ചെന്നിട്ട് എന്റെ പിതാവിനോട് പറഞ്ഞു, വളരെ വേദനയോടാ പറഞ്ഞത്, ഈ ഓപ്പറേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഒന്നുകിൽ നിന്റെ ഭാര്യ അല്ലെങ്കിൽ ഈ ഭാര്യയുടെ ഉദരത്തിൽ ആയിരിക്കുന്ന കുഞ്ഞ്. സ്തോത്രം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മാത്രമേ ജീവനോടെ പുറത്തു വരത്തുള്ളൂ, ഈ തിയേറ്ററിൽ നിന്ന് പുറത്തു വരത്തുള്ളൂ. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരും ദൈവദാസന്മാരും ഉൾപ്പെടെ നമ്മളെല്ലാവരും പറയുന്ന വാക്ക് തന്നെ എന്റെ പിതാവും പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് വളരെ വേദനയോടാ പറഞ്ഞത്, അല്ലാതെ വേണ്ടാഞ്ഞിട്ടല്ല. പ്രൈസ് ലോർഡ്. എന്റെ ഭാര്യയെ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് എനിക്കൊരു സന്തോഷ വാർത്ത പറയുവാനുണ്ട്. ഏകദേശം 4.5 പതിറ്റാണ്ടിലധികം എന്നോട് കൂടെ എന്റെ വാത്സല്യ മാതാവും ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിന്റെ അനേക കോണുകൾ യാത്ര ചെയ്യുവാനും ഈ രാജ്യത്ത് 6 പ്രാവശ്യങ്ങൾ കടന്നു വന്ന് അമേരിക്കയുടെ എല്ലാ പ്രദേശങ്ങളിലും കാനഡ ഉൾപ്പെടെ അനേക സ്ഥലങ്ങളിൽ പോകുവാനും ഒരുമിച്ച് സന്തോഷിപ്പാനും ദൈവം ഭാഗ്യം തന്നു. എന്താ അതിന് കാരണമെന്നറിയാമോ? ഒരു ഡോക്ടർമാർക്കും വിധി എഴുതുവാൻ കഴിയാത്ത ഒന്ന്
എന്റെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് എഴുതി. പ്രൈസ് ദി ലോർഡ്. എന്റെ മാതാവിന്റെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് എന്റെ കർത്താവ് കണ്ടു. ഇന്ന് ഈ രാത്രിയിൽ ഈ പാവപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണമെന്നത് ദൈവനിശ്ചയമായതുകൊണ്ട്, ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് എന്റെ അപ്പൻ പറഞ്ഞു, ഇല്ല, രണ്ടിൽ ഒന്നല്ല പുറത്തു വരുന്നത്, രണ്ടും ആരോഗ്യത്തോടെ പുറത്തു വരുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ മുൻപിൽ ചില ചോദ്യചിഹ്നങ്ങൾ കാണാം. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന് നിന്റെ മേൽ ഒരു പദ്ധതി ഉണ്ടായെങ്കിൽ അത് നിർവഹിക്കാതെ നിന്റെ കണ്ണടയത്തില്ലെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ പ്രാരംഭത്തിൽ ഒരു ദൂത് വിളിച്ചു പറയുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. വിശ്വസിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു പെന്തക്കോസ്ത് കുടുംബം, എന്റെ വാത്സല്യ പിതാവ്, എന്റെ വാത്സല്യ മാതാവ് 5 വർഷത്തിന് മുൻപ് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രാത്രികളെ പകലാക്കി മാറ്റി ദിവസത്തിൽ നിലവിളിക്കുന്ന ഒരു മാതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജ്യത്ത് കടന്നു വന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഇരിക്കുമ്പോഴും രാത്രിയുടെ യാമങ്ങൾ അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റിരുന്ന കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, അവരുടെ ഓർമ്മ പദത്തിൽ വരുന്ന എല്ലാവർക്കും വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കേൾക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പിതാവ് 86 വയസ്സ് പൂർത്തിയായി പൂർണ്ണ ആരോഗ്യത്തോട് പൂർണ്ണ ബലത്തോടുകൂടെ ഇന്ന് നാട്ടിൽ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്റെ വാത്സല്യ സഹോദരിയുടെ മകന്റെ വിവാഹമായിരുന്നു. ഞങ്ങൾക്കും നാട്ടിൽ കടന്നു വരേണ്ടതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കടന്നു വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ശുശ്രൂഷയിലും എന്റെ വാത്സല്യ പിതാവ് പ്രൈസ് ദി ലോർഡ് കുടുംബങ്ങളെ എല്ലാം പ്രതിനിധീകരിച്ച് കടന്നു വന്ന എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് നന്ദി അറിയിക്കുവാൻ ആ സ്റ്റേജിലേക്ക് നടന്നു കയറുന്നു കണ്ടപ്പോ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്റെ ദൈവത്തിന് നന്ദി കരേറ്റി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. തന്റെ സമപ്രായക്കാരനേകർക്ക് എഴുന്നേൽക്കുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് തന്റെ ദാസരെയും ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തായി പറഞ്ഞതിന് കാരണം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു കൊച്ച മൺകൂരയിലാ ഞങ്ങൾ ജനിച്ചു വളർന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എപ്പോൾ ഇടിഞ്ഞു വീഴും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന സ്ഥിതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിലും ഞങ്ങളുടെ ഭവനത്തിൽ അനേക ദൈവഭക്തന്മാർ പ്രൈസ് ദി ലോർഡ് അനേക ദൈവഭക്തന്മാർ കടന്നു വന്ന് ആഴ്ചകൾ ക്യാമ്പ് ചെയ്ത് ആ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുവാൻ ഹല്ലേലൂയ എന്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ ഭവനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠഭൃത്യൻ ടി.ജി. ഉമ്മച്ചൻ അപ്പച്ചൻ ഉൾപ്പെടെ സി.കെ. ദാനിൽ സാർ ഉൾപ്പെടെ പി.ജി. മാസ്റ്റർ അപ്പച്ചൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു. പി.ജി. മാസ്റ്റർ ഉൾപ്പെടെ അനേക ദൈവഭക്തന്മാർ എന്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ഭവനത്തിൽ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ ജോലി ഇവരുടെ വസ്ത്രങ്ങളൊക്കെ കഴുകി പ്രൈസ് ദി ലോർഡ് നാട്ടിലെ നമ്മുടെ ഓട്ട് തേപ്പൊട്ടി ഉണ്ടല്ലോ അതിനകത്തിൽ ചിരട്ട കത്തിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തേച്ച് അവർക്ക് കൊടുക്കുക. അതായിരുന്നു എന്റെ ജോലി. ഞാൻ കൊച്ചു കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പക്ഷേ എനിക്കത് ഒത്തിരി ഇഷ്ടമായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അന്ന് ആ ദൈവഭക്തന്മാരെ ശുശ്രൂഷിച്ചതിനാൽ ഹല്ലേലൂയ ഞാൻ ആർക്കും കടക്കാരനല്ല. ഇന്ന് ഭവനത്തിന്റെ വാതിക്കൽ സായിപ്പ് കൊണ്ടുവന്ന് നമ്മുടെ ഡ്രൈ ക്ലീൻ ചെയ്ത വസ്ത്രങ്ങൾ കരങ്ങളിലോട്ട് തരുമ്പോ മറന്നു പോകരുത്, അന്നത്തെ നാളുകൾ ഹല്ലേലൂയ ദൈവഭക്തന്മാരുടെ വസ്ത്രങ്ങൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തേച്ചു മടക്കി കൊടുത്ത ഹല്ലേലൂയ അവരത് ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോ ആ ഉള്ളിലുള്ള സന്തോഷം ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരു ദിനത്തിൽ പി.ജി. മാസ്റ്റർ അപ്പച്ചനെ അറിയാവുന്നവർക്കറിയാം. പ്രൈസ് ദി ലോർഡ് കാൽ രണ്ടും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പൊട്ടി വ്രണമുള്ള ഒരു പ്രൈസ് ദി ലോർഡ് ദൈവദാസന മരുന്ന് ഉപയോഗിക്കത്തില്ല. അപ്പോ ഈ ദൈവദാസന്റെ വസ്ത്രമൊക്കെ പ്രൈസ് ദി ലോർഡ് അല്പം ചോരക്കറയൊക്കെ കാണും. എനിക്കത് സന്തോഷമാ. ഞാനത് കൊണ്ടുപോയി നന്നായി കഴുകി ഉണക്കി തേച്ചു മടക്കി എല്ലാം കൊണ്ടുവന്ന് അടുക്ക കൊണ്ടുവയ്ക്കും. രാവിലെ ആരാധന കഴിയുമ്പോൾ 3 മണിയാകും. അടുത്ത ശുശ്രൂഷ 6 മണിക്ക്. 3-നും 6-നും ഇടയ്ക്കുള്ള സമയത്ത് അദ്ദേഹത്തിന് ഇന്നത്തെ കൂട്ടൊന്നുമല്ല, ഒരു ജോഡി വസ്ത്രമോ 2 ജോഡി വസ്ത്രമോ ഒരു കൊച്ചു ബാഗിൽ തൂക്കി പിടിച്ചോണ്ടായിരിക്കും വരുന്നത് 21 ദിവസത്തെ 30 ദിവസത്തെ ക്ലാസ്സുകൾ എടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനതിങ്ങനെ കൊണ്ടുവയ്ക്കും. അദ്ദേഹം ഉറക്കമുണർന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ തേച്ച് വെച്ചിരിക്കുന്ന ഈ വസ്ത്രങ്ങളാ കാണുന്നത്. ഒരു ദിവസം വൈകിട്ടത്തെ ആരാധനയിൽ ആ വാത്സല്യ പിതാവ് എന്നെ സ്റ്റേജിലോട്ട് വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ മാതാവും പിതാവും പറഞ്ഞു, മോന ഇതൊക്കെ ചെയ്യുന്നത്. അതുവരെ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് എന്നെ മാറോട് ചേർത്ത് വെച്ചിട്ട് പ്രൈസ് ദി ലോർഡിന്റെ നെറുകയിൽ കൈവച്ച്
അനുഗ്രഹിപ്പാനിടയായി തുറന്നു. ആ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണുനീര് എന്റെ തലയ്ക്കെന്നും എണ്ണയായി നിൽക്കുന്നു. എന്ന് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരമേ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുൻപിലായിരിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, ഹല്ലേലൂയ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി നീ ഒരു ചെറുവിരൽ അനക്കിയാൽ, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിന്റെ തലമുറയെ ആദരിക്കുന്ന ഒരു ദൈവം ഇന്നോ സ്വർഗത്തിലുണ്ട്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാണ്. എങ്ങനെയെങ്കിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗൾഫ് രാജ്യങ്ങൾ കടന്നുപോയി, എങ്ങനെയെങ്കിലും എന്റെ മാതാപിതാക്കൾക്ക് ഒരു സഹായമായിരിക്കണം എന്ന് കരുതി ഞാൻ പഠിച്ചു. പക്ഷേ എന്റെ കർത്താവിന്റെ പദ്ധതി അതല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഉന്നത വിദ്യാഭ്യാസം കേരളത്തിൽ പൂർത്തീകരിച്ച പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും പ്രയാസമുള്ള വിഷയമായ ഗണിതശാസ്ത്രത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, MSc MPhil ഒക്കെ എടുത്തതിന് ശേഷം ഈ രാജ്യത്തേക്ക് ഉപരിപഠനത്തിനായി വരുവാൻ ദൈവം എനിക്ക് വഴി തുറന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാജ്യത്ത് കഴിഞ്ഞ 31 വർഷമായി കർത്താവിന്റെ കൂടെ ചേർന്ന് മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. ലോകത്തിന്റെ 57 രാജ്യങ്ങളിലും 5 ഭൂഖണ്ഡങ്ങളിലും ദൈവമായ കർത്താവ് എന്നെ അയച്ചു. ഞാനിത് പറയുവാൻ കാര്യം ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഒപ്പം ഒരു വാക്കുകൂടുണ്ടോ, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായി തീരും. ഇന്ന് രാത്രിയിൽ ഒത്തിരി പ്രൈസ് ദി ലോർഡ് സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിലും ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു തിരുവചനം വളരെ വേഗത്തിൽ നിങ്ങളുമായി ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആധാരമായി ഉൽപ്പത്തി പുസ്തകം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യവും, ജെറമ്യാ പ്രവചനം 32-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒന്ന് വായിക്കണേ. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. യെരമ്യാ പ്രവചനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 32-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. മതി. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിച്ചത്. ഒരു ചോദ്യമാണ്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അതിനുള്ള മറുപടി യെരമ്യാ പ്രവചനത്തിൽ നാം കാണുന്നു. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നിങ്ങളോട് കൂടെ ആയിരിക്കണമെന്ന് എന്നോട് അറിയിച്ച നിമിഷം മുതൽ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നപ്പാ, കടന്നു വരുന്ന ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാൻ അങ്ങ് നൽകുന്ന ദൂത് എന്താണെന്ന്. ഞാന് കർത്താവിന്റെ ദാസനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവിടെ ആരൊക്കെ വരുമെന്നോ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞൊരു ദൂതുണ്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതൊക്കെയോ ചോദ്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ ഉണ്ട്. ആ ചോദ്യങ്ങളുമായി നീ ദൈവസനിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവ് ഒരു ദൂത് അറിയിക്കുന്നു, എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ അനുഭവമായി ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതുകൊണ്ട് സംശയത്തോടുകൂടെ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്നു രാത്രിയിൽ ഈ വചനത്തെ നീ ചേർത്തുകൊള്ളുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വാഗ്ദത്തത്തെ നീ ചേർത്തുകൊള്ളുമെങ്കിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും, ഹല്ലേലൂയ, ഭവനങ്ങളിൽ, തലമുറകളിൽ, കുടുംബങ്ങളിൽ, ശുശ്രൂഷകളിൽ എന്റെ ദൈവം അയക്കുവാൻ ഈ രാത്രി പദ്ധതിയിടുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം.
ഈ തിരുവചനം നാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. ഞാൻ സുപരിചിതമായ വേദഭാഗങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 18-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കിതിന് തൊട്ട് മുൻപുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ 17-ാം അധ്യായം നാം നോക്കുമ്പോൾ ഹല്ലേലൂയ, അത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പ്രിപ്പറേഷൻ അധ്യായമായി നമുക്ക് കാണുവാൻ കഴിയും. അവനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തത്തിന്റെ ഹല്ലേലൂയ അടുത്ത നിലയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 18-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ കാണുന്നു യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായി. നമുക്കറിയാം അബ്രഹാമിന്റെ ഹൃദയത്തിലെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നുവെന്ന്, അല്ലെ? സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ 25 വർഷമായി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു അബ്രഹാമിന്റെ പ്രതിസന്ധിയുടെ നടുവിലേക്ക്, അവന്റെ ഹൃദയത്തിന്റെ ഭാരത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അബ്രഹാം ആദ്യം തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിന്നത്തേതിൽ അവനത് തിരിച്ചറിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭക്തൻ പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സാറ തന്റെ ഗർഭപാത്രത്തിൽ പ്രൈസ് ദി ലോർഡ് വാഗ്ദത്ത സന്തതിയെ 10 മാസം ചുമന്നുകൊണ്ട് നടന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അബ്രഹാം തന്റെ വിശ്വാസത്തിന്റെ ഗർഭപാത്രത്തിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ വാഗ്ദത്തത്തെ ചുമന്നുകൊണ്ട് നടക്കുകയാ. ഇന്നു രാത്രിയിൽ അനേക വർഷങ്ങളായി ചില വാഗ്ദത്തങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിഷയത്തിന്റെ മറുപടിക്കായി ഇന്നു രാത്രിയിൽ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനം ഏറ്റെടുക്കേണ്ടതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവപൈതലേ, കേട്ട വിഷയമായിരിക്കാം, അനേക പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് ചിന്തിച്ച് കാണാം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അബ്രഹാമിന് പറയുവാൻ കഴിയും, കഴിഞ്ഞ 25 വർഷമായി ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് നടന്ന ഒരു അനുഗ്രഹത്തിന്റെ മറുപടിയാണോ എന്റെ മുൻപിൽ ഇറങ്ങി നിൽക്കുന്നത്? സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. രാത്രി ഒന്ന് പറയാമോ, എന്റെ പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും, എന്റെ പ്രതിസന്ധി എത്ര ആഴമുള്ളതാണെങ്കിലും അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രി ഒന്ന് സമ്മതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയുവാൻ കഴിയും, ഭവനത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ യാത്ര തിരിച്ചു കഴിഞ്ഞല്ലേ ഒടുവിൽ ലൂസ് എന്ന പട്ടണത്തിൽ കടന്നു വന്നു. ലൂസിൽ ഒരു സഹായവുമില്ല, ഒരു കല്ല് തലയിണയായി പ്രൈസ് വെച്ചുകൊണ്ട് യാക്കോബ് ഉറങ്ങുവാൻ കിടക്കുമ്പോ ഇതാ സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി. ഞാൻ ചോദിക്കട്ടെ, ഒരു കോവേണിയുടെ ഉയരം എത്രയുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കോവേണിയുടെ ഉയരം ഒരു 15 അടിയൊക്കെ ആകാം, അല്ലെ? സ്തോത്രം. അതിൽ കൂടുതലൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തോളം എത്തുന്ന ഈ കോവേണിക്ക് ഇത്ര ഉയരേ ഉള്ളെങ്കിലേ സ്വർഗം നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് 15 അടി പൊക്കത്തിലാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർക്കുക, നിന്റെ വിഷയത്തിന് വേണ്ടി എന്റെ കർത്താവ് സ്വർഗം ചായ്ച്ച് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ് ഈ രാത്രി എന്ന് വിശ്വസിക്കാം. എന്റെ വിഷയം എത്ര കഠിനമാണോ അതിന്റെ കാഠിന്യത്തിന്റെ അളവനുസരിച്ച് എന്റെ കർത്താവിന്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുമെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, വളരെ വേഗത്തിൽ ഞാൻ വളരെ മുൻപോട്ട് പോകാം കേട്ടോ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം, പ്രൈസ് ദി ലോർഡ്, അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാ ഞാൻ വായിക്കാം സമയത്തിന് ചുരുക്കം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു.
ഇംഗ്ലീഷ് പരിഭാഷ നോക്കിയാൽ ആ കേട്ടു എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് റിസീവ് എന്നാണ്. റിസീവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ കേട്ടെന്ന് പറഞ്ഞ് ഒന്ന് കേട്ടു പോവുകയല്ല, അതിനെ റിസീവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ റിസീവ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, അതിനെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. അക്സെപ്റ്റഡ് എന്ന വാക്ക് അവിടെ കാണുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് റിസീവ് ചെയ്തു, രണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഈ വചനം, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഈ വചനം ഒന്ന് റിസീവ് ചെയ്യുക മാത്രമല്ല, അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുവാൻ എത്ര പേർ തയ്യാറാകുമോ അവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മൺകൂടാരങ്ങൾ വ്യാപരിക്കുവാനിടയായി തീരും. അവിടെ കാണുന്നത് അത് നിങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അല്ലെങ്കിൽ അത് ഇന്നലെ സംഭവിച്ചു നിന്നതല്ല, ഇന്ന് സംഭവിച്ചു നിൽക്കുന്നതല്ല, അത് എന്നേക്കും തുടർന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യതയിലെത്തും വരെ നമ്മളെ നടത്തുവാൻ, ഹല്ലേലൂയ, വിശ്വസ്തമായ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നാം ഒന്ന് സ്വീകരിച്ച സ്തോത്രം പോരാ. നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ കൃത്യസമയത്ത് നിർത്താം കേട്ടോ. സ്തോത്രം. ഞാൻ ഈ വാക്ക് ഇങ്ങനെ ഈ 2 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോ എന്തായിരിക്കും ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് ഗ്രഹിക്കുവാൻ ഇതിന്റെ മൂലഭാഷ ഗ്രീക്ക് ഭാഷയിൽ ഈ 2 ഇടത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകളൊന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ഗ്രീക്ക് പണ്ഡിതനൊന്നും അല്ല കേട്ടോ. സ്തോത്രം. ഞാനൊരു എളിയ സഹോദരനാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവദാസന്മാരിൽ നിന്ന് കേട്ടു പഠിക്കുന്നതാണ്. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടുമില്ല. ഞങ്ങൾ നിങ്ങളോടുള്ള സത്യം തുറന്നു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞു പ്രാപിക്കുമ്പോൾ ദൈവം തരുന്ന ദൂതുകളാ ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. സ്തോത്രം. റിസീവ് എന്ന വാക്ക്, അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്കിതാണ് പാരാലംബാനോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാരാലംബാനോ നമ്മൾ കേട്ടിട്ടുണ്ട്. പാരാക്ലീറ്റസ്, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? സ്തോത്രം. പാരാലംബാനോ എന്ന വാക്ക് എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ചേർത്ത് പിടിക്കുക, മുറുകെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെയാണ് എനിക്ക് കുറെ കൂടെ ധൈര്യം കിട്ടത്. ഇത് കേവലം ഇങ്ങനെ അങ്ങ് സ്വീകരിച്ചു പോകാനല്ല, പിന്നെയോ അതിനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാകുക. വചനത്തെ എങ്ങനെയാ മുറുകെ പിടിക്കുന്നത്? വചനം ജീവനാണെങ്കിൽ, വചനം എന്റെ കർത്താവാണെങ്കിൽ അവനെ മുറുകെ പിടിക്കുവാൻ ഇന്ന് രാത്രി നീ തയ്യാറായാൽ, സ്തോത്രം, നമ്മുടെ കുറിവാക്യം എന്താ? എന്റെ കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, മുറുകെ പിടിക്കുവാൻ നാം തയ്യാറാകണം. സ്തോത്രം. സ്തോത്രം. അപ്പൊ ആ കേട്ടു എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? കേട്ടു അല്ലെങ്കിൽ റിസീവ്, അതിന്റെ ഗ്രീക്ക് ഭാഷ പാരാലംബാനോ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക, മുറുകെ പിടിക്കുക. ഇന്ന് രാത്രിയിൽ ഈ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാം. ഒരു പിതാവിന്, എനിക്ക് 9 വയസ്സുള്ള 8.5 വയസ്സുള്ള കുഞ്ഞുണ്ട്. പ്രൈസറോ, നന്നായി പാടും. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത മീറ്റിംഗിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ കുഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടും. പ്രൈസറോട് ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ പ്രൈസറോട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സൺഡേ സ്കൂൾ POP ആനിവേഴ്സറി 3 ഭാഷകളിലാണ് പ്രിയ കുഞ്ഞ് പാടുവാനായി പോകുന്നത്. അവിടെ ആർക്കും അറിയത്തില്ല, 3 ഭാഷകളിലാണ് പാടുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഞങ്ങൾ ചോദിച്ചു വാങ്ങി കുഞ്ഞ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ അവളെ ഞാനൊന്ന് അടിക്കാൻ പിടിക്കുമ്പോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, അവൾ എന്റെ കാലെ അട്ടക്കട്ടം അങ്ങ് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ വട്ടം അങ്ങ് പിടിച്ചിട്ട് കാലേന്ന് വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവക്കറിയാം അപ്പനെ ഒന്ന് മുറുകെ പിടിച്ചാൽ എന്റെ ഡാഡി എന്നെ അടിക്കത്തില്ലെന്ന്. ഇന്ന് രാത്രിയിൽ ഈ അപ്പനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ, ഈ അപ്പനെ ഒന്ന് മുറുകെ പിടിക്കുവാൻ തയ്യാറായാൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല എന്റെ ദൈവം. വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമത്തെ വാക്ക് എന്താണെന്നറിയാമോ? അതിനെ കൈക്കൊണ്ടു. അക്സെപ്റ്റഡ് എന്ന വാക്കാ. ഈ അക്സെപ്റ്റഡ് എന്ന വാക്കിനെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഡെക്കോമായി എന്ന വാക്കാ. ഡെക്കോമായി. സ്തോത്രം. അതിന്റെ അർത്ഥം ഞാൻ നോക്കി. എംബ്രേസ്, ആലിംഗനം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റിസീവ് വിത്ത് ഗ്രേറ്റ് ഗ്ലാഡ്നെസ്, ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുക. സ്തോത്രം. വെറുതെ അല്ല, ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കണം.
ഇന്ന് രാത്രിയിൽ ഈ വചനത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ഈ വചനത്തെ ഉള്ളു തുറന്ന് ഒന്ന് സ്വീകരിക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ വാഗ്ദത്തത്തെ നിർവഹിക്കുവാൻ, നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഈ ഭാഗത്ത് നാം കാണുമ്പോൾ നമുക്ക് കാണുന്നു, നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഓടി വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മമ്രയുടെ തോപ്പിൽ ദൂതന്മാർ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വചനം വായിക്കുമ്പോൾ അതിന്റെ അക്ഷരങ്ങൾ പെറുക്കി വായിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിൽ ഒത്തിരി അർത്ഥമുണ്ട്. സ്തോത്രം. ഇവിടെ കാണുന്നു, മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുതേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന് ഈ കടന്നു വന്ന അപരിചിതരായി ഈ 3 പുരുഷന്മാരുടെ അടുക്കൽ ഓടിച്ചെന്ന് നിലമ്പാട് വീണ് കിടന്ന് കരഞ്ഞ് അവരോട് അപേക്ഷിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഏറ്റവും ധനികനായ അബ്രഹാം, എല്ലാ നിലകളിലും സമ്പത്തിന്റെ ഉറവിടമായ അബ്രഹാമിന് അപരിചിതരായ 3 പേർ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ കൂടാരവാതിക്കൽ നിൽക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവരുടെ പാദപീഠെ വീണ് കിടന്ന് കരഞ്ഞു പറയുകയാ, നിങ്ങൾ എന്നെ വിട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വിട്ടു പോകരുത്. കൃപയുണ്ടെങ്കിൽ എന്നെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. സ്തോത്രം. ആരാ കാല് കഴുകുന്നേ? പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ ആരാ കാല് കഴുകുന്നേ? സേവകരാണല്ലേ. വേലക്കാര് ചെയ്യുന്ന ജോലിയാണ് അബ്രഹാം ചെയ്യുന്നത്. എന്താ ഇത് കാണിക്കുന്നത്? അബ്രഹാമിന്റെ മനോഭാവത്തെ കാണിക്കുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഭവനത്തിനടുത്തേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, ഹല്ലേലൂയ, നിന്നോട് 4 നൂറ്റാണ്ടിന് മുൻപ് തന്നൊരു വാഗ്ദത്തത്തിന്റെ നിവർത്തി, അതിന്റെ ഫുൾഫിൽമെന്റ് വേണ്ടി അത് നിന്നെ ഒന്ന് അറിയിക്കുവാൻ വന്നിരിക്കുന്ന ദൈവദൂതന്മാർ നിന്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോ നിന്റെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു, അതനുസരിച്ച നിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവത്തെ ഒന്ന് ചേഞ്ച് ചെയ്യുവാൻ കർത്താവ് നമുക്കൊരു ബ്രാക്കറ്റ് പീരീഡ് നൽകിയിരിക്കുക. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചു 325, 340 ദിവസങ്ങളോ നിങ്ങള് ദൈവസന്നിധിയിൽ ഈ പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ബാംഗ്ലൂർ, വയനാട്, ഭദ്രാചൽ തുടങ്ങിയ പ്രദേശങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കോവിഡിന്റെ പ്രയാസം കഴിഞ്ഞ വർഷം ആരംഭിച്ചപ്പോ ഈ പ്രിയപ്പെട്ടവർക്കൊന്നും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാട്ടുജാതിക്കാരും കാട്ടുപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാ, ഹല്ലേലൂയ, 100 കണക്കിന് ആളുകളുണ്ട്. ഇവർക്കൊന്ന് പോയി ആരാധിക്കാനോ ഒന്നിച്ചു കൂടാനോ കഴിയാതെ വന്നപ്പോ പെട്ടെന്ന് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പെട്ടെന്ന് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം മാർച്ച് മാസം ഒടുവിൽ ആരംഭിച്ച ഞങ്ങളുടെ പ്രയർ ലൈന് ഏകദേശം 510 ദിവസങ്ങൾ പിന്നിട്ട് മുൻപോട്ട് പോകുമ്പോ 510 ഞാനത് ദിവസങ്ങളൊക്കെ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇന്ന് ഞാൻ ജനത്തോട് രാവിലെ ഒരു കാര്യം അറിയിച്ചു. ദൈവമക്കളെ, അതിൽ കടന്നു വന്ന ഓരോ കുടുംബങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം. 16 വർഷമായി 25 വർഷമായി ദൈവത്തിൽ നിലവിളിച്ച് തലചായിക്കുവാൻ ഒരു കിടക്കാടമില്ലാതിരുന്ന 2 പെൺകുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, കരം പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഓരോരോ സ്ഥാനങ്ങൾ മാറി മാറി നടന്ന എത്രയോ ദൈവദാസന്മാര്, പ്രൈസ് ദി ലോർഡ്, ഇന്ന് മനോഹരമായ ഭവനങ്ങളിൽ കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് മനോഹരമായ ഭവനങ്ങൾ ചമച്ച് അതിനകത്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ഇത് നൽകിയിരിക്കുന്നത്, ഈ പ്ലാറ്റ്ഫോം നിനക്ക് നൽകിയിരിക്കുന്നത് വെറുതെ കൂടി വരുവാനല്ല, നിന്റെ ഭവനത്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും എന്റെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാ. സ്തോത്രം. വെള്ളത്തിൽ നിന്ന് വെള്ളത്തെ വേർതിരിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ വേർതിരിച്ചു കൊണ്ടിരിക്കുകയാ.
സയൻസും ടെക്നോളജിയും പരാജയപ്പെട്ടെടുത്ത്, ലോക നേതാക്കന്മാർ പരാജയപ്പെട്ടെടുത്ത്, ലോകത്തിന്റെ കോടികൾ വാരിമുടക്കിയിട്ടും യാതൊരു നിലയിലും ഇതിനൊരു ശമനം വരുത്താതിരിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ കരമെന്ന് നാം അറിയണം. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, നമ്മുടെ ഭവനങ്ങളിൽ ആരാധന ഉയരുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പരിപാടി എന്താണെന്നറിയാമോ? ഞായറാഴ്ച ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് തിരിച്ചു പോയ ബൈബിൾ കൊണ്ടുവെക്കുന്ന സ്ഥാനത്ത് അടുത്ത ഞായറാഴ്ച വരെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എല്ലാ ദിവസവും നിന്റെ കരങ്ങളിൽ ഈ വചനം എടുത്ത് വായിക്കുവാൻ ദൈവം നിന്നെ ഒരുക്കുകയാ. സ്തോത്രം. ഇന്ന് രാത്രി പറയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കേവലം ഒരു വ്യക്തിയല്ല, പിന്നെയോ എന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് എന്റെ ദൈവം എന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുകയാ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ സ്തോത്രം ഹൃദയത്തിന്റെ അവസ്ഥ, അവന്റെ മനോഭാവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. താഴോട്ട് നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. സാറാമ്മ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ സാറാമ്മയോട് പറയുക, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോയി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അബ്രഹാമിനെ ദൈവം അത്ഭുതകരമായിട്ട് മുൻപോട്ട് നടത്തിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 21-ാം അധ്യായം വരുമ്പോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് നിവർത്തികളുടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിവർത്തികളുടെ ഒരു അധ്യായമായി 21-ാമത്തെ അധ്യായം നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ വാഗ്ദത്തത്തിന്റെ നിവർത്തി അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചിലത് അവനിൽ നിന്ന് മാറണം. നിങ്ങൾ ഈ വേദഭാഗങ്ങൾ ഇതേ നിലയിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. ഹല്ലേലൂയ. വാഗ്ദത്തം അതിന്റെ പൂർത്തീകരണത്തിൽ അവിടെ എത്തിയപ്പോൾ, എന്നാൽ അതിനു മുൻപ് ഇവര് ചിന്തിച്ചു ഇതിനി സംഭവിക്കത്തില്ല എന്ന് കരുതി ചില പദ്ധതികളും ആ ഭവനത്തിൽ നടന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വാഗ്ദത്തം ഭവനത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാറേണ്ടത് ചിലത് അവിടുന്ന് മാറിയേ മതിയാകത്തുള്ളൂ. ഇന്നു രാത്രിയിൽ വാഗ്ദത്തം പ്രാപിപ്പാൻ, വാഗ്ദത്തം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എടുത്തു കളയേണ്ടതിനെ, മാറ്റേണ്ടതിനെ ഇന്ന് രാത്രിയിൽ മാറ്റിക്കളയുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ വെളിപ്പെടും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. 22-ാം അധ്യായത്തിൽ 21-ൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അബ്രഹാം വളരെ സന്തോഷത്തോടെ ഇരിക്കുക, അല്ലേ? സ്തോത്രം. കൊടുത്ത വാഗ്ദത്ത സന്തതിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോ 22-ാം അധ്യായം വരുമ്പോ നിങ്ങൾ ചിന്തിക്കരുത് അത് അബ്രഹാമിനുള്ള പരീക്ഷയുടെ അധ്യായമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് അബ്രഹാമിനുള്ള പരീക്ഷയുടെ അധ്യായമല്ല, പിന്നെയോ ഹല്ലേലൂയ, തന്റെ മകനായ ഇസ്ഹാക്കിനെ പ്രൈസ് ദി ലോർഡ് പിതാവ് അബ്രഹാം സേവിച്ചിരിക്കുന്ന ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്ത അധ്യായമാണ് 22-ാം അധ്യായം. ഇന്ന് രാത്രിയിൽ തലമുറ ിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അവരിലേക്ക് പകരപ്പെടണം ദൈവത്തിന്റെ പൈതലേ. സ്തോത്രം. മാതാപിതാക്കൾ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കണം കേട്ടോ. എനിക്ക് ദൈവം ദാനമായി 4 കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ റേഞ്ച് പ്രൈസ് ദി ലോർഡ് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. 8.5 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള റേഞ്ചാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിചാരിക്കും ദൈവമേ ഈ റേഞ്ചിൽ ഇതിനെ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്നാ റിട്ടയർ ആകുന്നേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ നീ റിട്ടയർ ആകണ്ട, നീ റിട്ടയർ ആയിട്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ വേല ചെയ്യുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ കരങ്ങൾ ഒരു പക്ഷെങ്കിൽ അല്പം ബലഹീനമാകും. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ അധ്വാനിച്ചു. പ്രൈസ് ദി. അതുകൊണ്ട് അധ്വാനത്തോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, 22-ാം അധ്യായം അബ്രഹാമിന്റെ ജീവിതത്തിലെ ഒരു പരിശോധനയുടെ അധ്യായമല്ല, പിന്നെയോ തന്റെ പുത്രനായ വാഗ്ദത്ത സന്തതിയായ ഈസഹാക്കിന് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അവൻ സേവിക്കുന്ന അപ്പന്റെ പിതാവ് ആരെന്ന് ഒന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ആ വേദഭാഗത്ത് താഴോട്ട് വരുമ്പോ അബ്രഹാം ഇസ്ഹാക്കിനോട് പറയുന്നത്, യഹോവ എനിക്ക് പ്രൈസ് ദി ലോർഡ് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെന്ന് ചോദിച്ചതിന് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇസ്ഹാക്കിനെ എന്തുകൊണ്ട് കയ്യും കാലും കെട്ടി ഈ യാഗപീഠത്തിന്മേലിട്ടു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അവിടെ ചെന്ന് ആദ്യം നോക്കരുതായിരുന്നോ എവിടെ ആട്ടുകുട്ടിയെന്ന്? നോക്കിയോ അബ്രഹാം? ഇല്ല. അബ്രഹാമിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? മോറിയ എന്ന ദേശത്ത് ഞാൻ നിന്നെ ഒരു മല കാണിച്ചു തരും. പലരും പറയുന്നത് മോറിയ മലയിൽ കൊണ്ടുവന്ന് യാഗം കഴിച്ചെന്നാ. തെറ്റാ. മോറിയ എന്ന ദേശത്ത് ഒരു മലയിൽ, സ്തോത്രം, മോറിയയിൽ ധാരാളം മലകളുണ്ട്. അതിൽ ഒരു മലയിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തത്തെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അവൻ തലപൊക്കി നോക്കിയപ്പോ ഇതാ ദൂരവേ ദൈവം അവന് ആ മല കാണിച്ചു കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്റെ അപ്പൻ പറയുന്നിടത്തേക്കാണ് നിന്റെ കണ്ണുകൾ പായുന്നതെങ്കിൽ നിന്റെ വിഷയത്തിന്റെ മറുപടി എന്റെ ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നീ മറ്റെങ്ങും നോക്കണ്ട, നീ മറ്റൊരിടത്തും നോക്കണ്ട. നിന്റെ വിഷയത്തിന്റെ മറുപടി ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലുണ്ട്. ഈ വചനം നിങ്ങളുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ അയക്കുന്നതെങ്കിൽ അപ്പൻ പറയുന്നിടത്തേക്ക് തല ഉയർത്തി നോക്ക്, നിന്റെ മറുപടി അവിടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ അബ്രഹാം ഈ ഇസഹാക്കിനെ യാഗപീഠത്തിൽ എടുത്തു കിടത്തുമ്പോ അബ്രഹാമിനെ അറിയാം, എന്നെ വിളിച്ച ദൈവം, എനിക്ക് വാഗ്ദത്തം നൽകിയ ദൈവം, എനിക്ക് തലമുറയെ നൽകിയ ദൈവം എനിക്ക് വേണ്ടി കരുതാതിരിക്കുമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എങ്കിലും പിതാവിന്റെ വാക്ക് അബ്രഹാം കേട്ടു. യാഗപീഠത്തിൽ കിടക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ കത്തിയോങ്ങി. പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. എന്താ? അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. കാരണം അത് എന്റെ അവകാശമാ, തൊടുവാൻ നിനക്ക് അവകാശമില്ല. അബ്രഹാമേ, ഈ വാഗ്ദത്തത്തെ ഞാൻ നിനക്ക് നൽകുമ്പോൾ തന്നെ അതെന്റെ അവകാശമാ, ഞാൻ നൽകിയ നന്മയാ. ഈ നന്മയെ തൊടുവാൻ നിന്റെ കത്തിക്ക് അവകാശമില്ല. ഇന്ന് രാത്രിയിൽ ശത്രുവിന്റെ പദ്ധതികളെ നോക്കി വിളിച്ചു പറ, എന്റെ ദൈവം എനിക്ക് നൽകിയ നന്മയെ, എനിക്ക് നൽകിയ അവകാശത്തെ തൊടുവാൻ ശത്രുവിന് അവകാശമില്ല. സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. വെറുതെ കേവലം ഇങ്ങനെ ചുമ്മാ അതരജൽപ്പനം പോലെ വചനം പറയരുത് കേട്ടോ. നമ്മൾ മുമ്പേ വായിച്ച പ്രൈസ് ദി ലോർഡ് വേദഭാഗത്തേക്ക് ഒരു പ്രാവശ്യം കൂടെ നോടി വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഇന്ന് രാത്രിയിൽ ഈ വചനം വചനമായിട്ട് നിങ്ങൾക്ക് അറിവ് ലഭിക്കേണ്ടതിന്, നിങ്ങൾക്ക് അറിവ് ലഭിക്കേണ്ടതിന് തരുന്ന ആലോചനയല്ല. ഈ വചനത്തിന്മേൽ ദൈവശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുകയാ. സ്തോത്രം. അതിന്മേൽ വ്യാപരിക്കുന്ന 2, പരിശുദ്ധാത്മാവിന്റെ ശക്തി. 3, ബഹുനിശ്ചയം. ഇന്ന് രാത്രി പറ, ഈ കേൾക്കുന്ന വചനം എന്റെ കർത്താവ്, ഹല്ലേലൂയ, അവന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബഹുനിശ്ചയത്തോടും കൂടെ അറിയിച്ചിരിക്കുകയാ. നിങ്ങൾക്കറിയാം, ആ തെസ്സലോനിക്കയിലുള്ള സഭയെക്കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ പോകുക, സമയം വളരെ ഓടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ നിർത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഓർക്കണമേ, ഈ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് ദിവസങ്ങളിലൊക്കെ ഈ ക്ലാസ്സുകളൊക്കെ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പൗലോസിന്റെ 2-ാം മിഷണറി യാത്രയിൽ സന്ദർശിച്ച സ്ഥലമാണ് തെസ്സലോനിക്ക. എന്നാൽ അവിടെ അധികകാലം പാർക്കുവാൻ പൗലോസിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം, ഇപ്പൊ എടുക്കണ്ട കേട്ടോ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അറിയാം. അവിടെ വേദപഠിതാക്കൾ പറയുന്നു 3 ആഴ്ച അല്ലെങ്കിൽ 6 മാസം, എത്രയും ആയിക്കോട്ടെ, പക്ഷേ ഒരു ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ പൗലോസിന് ഈ ജനത്തോടുകൂടെ, തെസ്സലോനിക്കയിലുള്ള ജനത്തോടുകൂടെ അവരെ വചനം പഠിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ
തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിച്ച വേദഭാഗം താഴോട്ട് വായിക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് ഇല്ലാഞ്ഞിട്ടും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരെ നയിക്കുവാൻ മറ്റാരുമില്ലാതിരുന്നിട്ടും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരിൽ നിന്ന് അവർ കേട്ട വചനം മുഴങ്ങി ദേശം മുഴുവൻ വ്യാപിച്ചു. അനേക പട്ടണങ്ങൾ അവരാൽ കീഴടക്കപ്പെട്ടു കർത്താവിന് വേണ്ടി. സ്തോത്രം, സ്തോത്രം. എന്താ കാര്യം? തെസ്സലോനിക്കയിലുള്ള ആളുകളുടെ ഗുണം കൊണ്ടാണോ? അവരിലേക്ക് കടന്നു എന്ന അവരുടെ ഇടയിലേക്ക് ചെന്നു എന്ന് പറയുമ്പോ അത് സ്വീകരിക്കുക കൂടെ ചെയ്തു. നമ്മൾ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ വായിച്ചല്ലേ, അവരത് സ്വീകരിച്ചു. എങ്ങനെയാ? അതിനെ അവർ മാറോട് ചേർത്ത് പിടിച്ചു. വിത്ത് ഗ്രേറ്റ് ഗ്ലാഡ്നെസ് അവരതിനെ സ്വീകരിച്ചു. അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഓരോ ഹല്ലേലൂയ ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ന്യൂക്ലിയർ ബോംബിനേക്കാൾ ശക്തിയോട് ആ വചനം അവരിൽ ക്രിയ ചെയ്തു. ഈ നാടുകളിൽ സഭകളിൽ വിടുതൽ സംഭവിക്കണമെങ്കിലോ, സഭകൾക്ക് ഉണർവ് സംഭവിക്കണമെങ്കിലോ ഈ വചനം ഏറ്റെടുക്കുന്നവർ അതിനെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ ശക്തിയാൽ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇസ്ഹാക്ക് ഇപ്പോൾ യാഗപീഠത്തിൽ കിടക്കുന്നത്. ഇവനൊന്ന് കാണണം ഈ ശബ്ദം. ഹല്ലേലൂയ അബ്രഹാമേ അബ്രഹാമേ എന്ന വാക്കിന് മുൻപിൽ ഹല്ലേലൂയ അതുവരെ ഊര്യവാളുമായി നിൽക്കുന്ന അബ്രഹാമിന്റെ മുൻപിൽ ഇതാ ആ ശബ്ദത്തിന് മുൻപിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കുകയാ. അബ്രഹാം ആദ്യം എന്താ പറഞ്ഞേ? ഇസ്ഹാക്ക് ചോദിക്കുമ്പോ എന്താ പറഞ്ഞേ? എനിക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ അവിടെ ഒരുക്കും. അവിടെ പോത്തുംകുട്ടിയോ പശുക്കുട്ടിയാണോ ഒരുക്കിയത്? ആരെയാ ഒരുക്കിയേ? ആട്ടിൻകുട്ടിയെ. ഇന്ന് രാത്രിയിൽ വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, വാഗ്ദത്തം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ഞാൻ ഒരു നിമിഷം അവിടെ നിർത്തിയിട്ട് ചോദിക്കട്ടെ. കർത്താവിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾ, ഞാൻ ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ട്. ഇതാണ് എന്നോടുള്ള വാഗ്ദത്തം, എന്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തം, എന്റെ തലമുറയോടുള്ള വാഗ്ദത്തം എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, ഉറപ്പുള്ള ദൈവമക്കൾ. ഞാൻ കൈപൊക്കാൻ പറയുന്നില്ല. ഞാൻ ഇതിനോട് കൂടെ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളത് നിങ്ങളുടെ ഒരു അനുജൻ എന്ന നിലയിൽ, ജ്യേഷ്ഠൻ എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ ഇന്ന് രാത്രി നിങ്ങൾ ഇത് സ്വീകരിക്കുമോ? ഈ രാത്രിയെ നിങ്ങൾ ഒന്ന് പകലാക്കി മാറ്റാമോ? ഈ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മുറിക്കുള്ളിൽ, നിങ്ങളുടെ കിടക്കയുടെ സൈഡില് മുട്ടിന്മേൽ ഇരുന്നിട്ട് അപ്പനോടും ചോദിച്ചേ, അപ്പ എന്നോടുള്ള നിന്റെ വാഗ്ദത്തം എന്താ? എന്റെ കുടുംബത്തോടുള്ള നിന്റെ വാഗ്ദത്തം എന്താ? എന്റെ തലമുറയോടുള്ള നിന്റെ വാഗ്ദത്തം എന്താ? എന്റെ ശുശ്രൂഷയോടുള്ള നിന്റെ വാഗ്ദത്തം എന്താ? ഒന്ന് ചോദിക്കാമോ ദൈവത്തിന്റെ പൈതലേ? എന്റെ അപ്പൻ നിന്നോട് അരുളി ചെയ്യും. നീ ഒരു പ്രവാചകന്റെ അടുക്കലും പോകണ്ട. ഈ വചനം നിന്നോട് ഇന്ന് രാത്രിയിൽ സംസാരിക്കും. സംസാരിക്കുമല്ലയോ? അബ്രഹാമിനെ വിളിച്ചപ്പോ അബ്രഹാം എവിടെ ആയിരുന്നു? ഇപ്പോഴല്ല, അബ്രഹാമിനെ ആദ്യം വിളിച്ചിറക്കിയപ്പോ അപ്പനോടുകൂടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പനോടുകൂടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുമ്പോ ഹല്ലേലൂയ സ്തോത്രം, ഈ ചെളി ചവിട്ടി കുഴയ്ക്കുമ്പോ ഒരു ശകലം കുഴപ്പം വന്നു കഴിഞ്ഞാൽ അപ്പന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് നല്ല മധുരമുള്ള വാക്കായിരിക്കും അല്ലേ? സ്തോത്രം. ഇതൊക്കെ കേട്ട് ചെവി തഴമ്പ് പിടിച്ചിരിക്കുന്ന അബ്രഹാമേ, നീ യഹോവയുടെ ശബ്ദത്തിന് മുൻപിൽ അതുവരെ ഉണ്ടായിരുന്ന സകലതിനെയും വലിച്ചെറിഞ്ഞ് നീ പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യഹോവയുടെ ശബ്ദത്തിനായി, യഹോവയുടെ ശബ്ദത്തിനായി, യഹോവയുടെ ശബ്ദത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിനോട് മറുതലിക്കരുത്. സ്തോത്രം. മറുതലിക്കരുത്. ഞാൻ നിങ്ങളോട് ഒരു അനുഭവം പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു 20 മിനിറ്റോടെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിനുള്ളിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. എന്നെ ക്ഷമിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ചില ദൂതുകൾ ദൈവജനത്തോട് അറിയിക്കാൻ പറഞ്ഞതുകൊണ്ടാ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നോട്ടൊന്നും അല്ല ഇന്ന് രാത്രിയിൽ ദൂതായിട്ട് വരുന്നെന്ന് എനിക്ക് ഉറപ്പുണ്ടോ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ 10ാം ക്ലാസ്, ഞാൻ 10ൽ പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എനിക്കൊരു വലിയ ആഗ്രഹമാണ് പഠിപ്പിക്കുന്നേ. സ്തോത്രം. അതിനൊരു കാരണമുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഭവനത്തിന് തൊട്ടടുത്ത ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. നാട്ടിൽ ചെന്ന് ചോദിച്ചാൽ അറിയാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾ മാവേലിക്കരയോ
ഏതെങ്കിലും ദേശത്ത് പോകുമ്പോ പ്രൈസ് കുറത്തിയായിട്ടുള്ള ഒരു സാറിനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും. കാരണം നന്നായി പിള്ളേരെ അടിച്ച് പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോ ഈ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ തൊട്ടടുത്തുള്ള വീട്ടില് ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തിന്റെ മോനുണ്ട്. എന്റെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് അവ എന്നും ഇടിയ. സ്കൂളിൽ പോയി കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം ഈ അധ്യാപകൻ, ആ അടുത്ത വീട്ടിലെ അധ്യാപകൻ അവിടെ ഒന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ പിതാവ് ഒരു കൃഷിക്കാരനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റാരുടെയും പറമ്പിൽ പോയി കൃഷി ചെയ്യല്ല, സ്വന്തമായി ദൈവം കൊടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത് പശുവിനെ, എരുമ, ഇതിനൊക്കെ ഞങ്ങളെ വളർത്തിയ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നേ. സ്തോത്രം. അതുകൊണ്ട് പറമ്പിലൊക്കെ ഇറങ്ങി വല്ലതൊക്കെയും ചെയ്യുന്ന നല്ലതാ. സ്തോത്രം, ഞാൻ പോട്ടെ, ഹല്ലേലൂയ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. എന്തെന്നറിയാമോ? സാറന്മാരുടെ മക്കൾ സാറന്മാരാകും, കൃഷിക്കാരന്റെ മക്കൾ കൃഷിക്കാരാകും. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ഹൃദയം പൊട്ടി. ഞാൻ ഓടി എന്റെ ഭവനത്തിനകത്ത് കയറി. മണ്ണുകൊണ്ടുള്ള ഒരു കൊച്ചു കൂരയാ. അതിനകത്തോട്ട് കയറി മുട്ടിന്മേൽ ഇരുന്നിട്ട് ഞാൻ അപ്പനോട് കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, ഈ ദേശത്ത് അറിയപ്പെടുന്ന ഒരു അധ്യാപകനാക്കി നീ എന്നെ മാറ്റണം. യാതൊരു സംശയവും അതിൽ വരാൻ പാടില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കായിക പോലും ശരിക്കും എഴുതാൻ അറിയാൻ വയ്യാത്ത ഞാൻ അധ്യാപകനാകണമെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് കേൾക്കണമോ? 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അയലത്തെ വീട്ടിലെ മറ്റൊരു വീട്ടിലെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ 2 മക്കള് 3ലോ 4ലോ അങ്ങോട്ട് പഠിക്കുക. അവരെയും കൊണ്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? അയ്യോ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അധ്യാപകനായി കേട്ടോ. ഞാൻ അധ്യാപകനായി 10ാം ക്ലാസ്സിൽ വെച്ച പ്രൈസ് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു ആഴ്ച കഴിഞ്ഞപ്പോ അവര് പോയി ഒരാളെയും കൂടെ കൊണ്ടുവന്നു. നമ്മൾ എത്ര പേരിലും കൊണ്ടുപോവാ. സ്തോത്രം. രാവിലെയും വൈകിട്ട് വരെ പഠിപ്പിക്കാൻ തുടങ്ങി. 1 മാസം രാവിലെയും വൈകിട്ടും അലച്ച് പഠിപ്പിച്ച് തല്ലി ശരിയാക്കി ഇവരെ ഒരു പരുവാക്കി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഒരാൾക്ക് 10 രൂപ വെച്ച് 3 പേർക്ക് 30 രൂപ. അതായിരുന്നു എന്റെ ശമ്പളം. അത് കയ്യിൽ വാങ്ങി 10ാം ക്ലാസ്സിൽ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ 2 രൂപ കയ്യിലുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഉപ്പിലിട്ട നെല്ലിക്ക സ്കൂളിൽ കിട്ടുമായിരുന്നു അന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ മേടിച്ച് കൂട്ടുകാർക്ക് കൊടുത്താൽ നമ്മളാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹീറോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് ഹീറോ കളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ വലിയ പ്രതീക്ഷയോട് ഈ 30 രൂപ എന്റെ പിതാവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്നെ അടുത്ത് നിർത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധുവായ ദൈവദാസൻ എന്റെ ഭവനത്തിൽ കടന്നു വന്നു. സ്തോത്രം, ഹല്ലേലൂയ. വേച്ച നടക്കുന്ന ഈ സാധുവായ ദൈവദാസൻ, അദ്ദേഹത്തിന് ഒറ്റ മകളെ ഉള്ളൂ. അവളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. പാരൽ കോളേജിൽ എവിടെയാ പഠിക്കുന്നു. അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുക. ഫീസ് കൊടുക്കാനില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നത് വരെ ഇദ്ദേഹം ഈ വാതിക്കൽ നിന്നു. എന്റെ പിതാവ് കണ്ണു തുറന്ന് ചോദിച്ചു, ജോണി വേശി എന്താ വന്നേ? പെട്ടെന്ന് പറഞ്ഞു, അച്ഛാ, മോക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. എത്ര വേണ്ടത്? 30 രൂപ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ പിതാവ് ആ 30 രൂപയും ആ ജോണി ഉപദേശിയുടെ കയ്യിലോട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ് കഴിഞ്ഞ 1 മാസം വായിട്ടലച്ച് കിട്ടിയ നന്മയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ അടുത്ത് വിളിച്ചു. അദ്ദേഹത്തിന്റെ അടുക്ക് ഞാൻ അന്ന് നിൽക്കുമ്പോ, ഹല്ലേലൂയ, എന്റെ തോളപ്പം പോലും ഇല്ല അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മുട്ടുകുത്തി എന്റെ തലയിൽ 2 കൈയും വെച്ച ആ വാത്സല്യ ദൈവദാസൻ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണമോ? ആ ദേശത്തെ ഒരു നല്ല അധ്യാപകനായി ഞാൻ തീർന്നു. എന്റെ MSc MPhil പഠനം പൂർത്തിയാക്കി ഞാൻ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ എന്റെ ഭവനത്തിൽ 200-ലധികം കോളേജ് കുഞ്ഞുങ്ങൾ പഠിക്കാനായി കടന്നു വന്നു. എറണാകുളം മുതൽ ചാത്തന്നൂർ വരെയുള്ള, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കുഞ്ഞുങ്ങൾ ഈ കൊറത്തിയാട് ദേശത്ത് വരുമായിരുന്നു. വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങുന്ന പഠിപ്പീര് രാത്രി 1 മണി വരെ തുടർന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മെയ് മാസം 1990 മെയ് മാസം അതിന്റെ അവസാനത്തെ നാട്ടിലെ പഠിപ്പീരിന്റെ മാസമാ. അന്ന് ഫീസ് തരാനുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടെ അത് ഒന്നിച്ചിഞ്ഞു കൊണ്ടുവന്നു. സ്തോത്രം. എണ്ണി നോക്കിയപ്പോ കൃത്യം 33,000 രൂപ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ കയ്യിൽ ലഭിച്ച 30 രൂപ ഒരു ദൈവഭക്തന്റെ കയ്യിൽ കൊടുത്തപ്പോ അപ്പൻ സ്വർഗത്തിൽ ഇരുന്നിട്ട് ആ 30 രൂപയെ എടുത്തിട്ട് അതിനെ 1100 കൊണ്ട് ഗുണിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 33,000 ആക്കിയിട്ട് അതെന്റെ കയ്യിലോട്ട് തന്നിട്ട് ആ രാജ്യത്തും ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന അതേ വാചകം ഇന്ന് രാത്രിയിൽ പറയുന്നു. ഹല്ലേലൂയ.
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. മൈ ലോർഡ് ഈസ് എ ലോർഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. എന്റെ ദൈവം നിന്റെ നന്മയെ ഹല്ലേലൂയ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ദൈവമാ. സ്തോത്രം, സ്തോത്രം. ഒന്ന് വിശ്വസിക്കുക ദൈവവൈതലേ. ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം എണ്ണാറില്ല എന്റെ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്. ഹല്ലേലൂയ. എണ്ണാറില്ല ദൈവമക്കളെ. കാരണം എന്താണെന്നറിയാമോ? എണ്ണിത്തരുന്നവനല്ല എന്റെ ദൈവമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ എണ്ണാതെ കൊടുക്കുന്നേ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ എന്തിനാ മുറുകെ പിടിക്കുന്നേ? സ്തോത്രം. ഇത് ഞാൻ പറയുന്നത് കേൾക്കണ്ട. എന്താ അബ്രഹാം ചെയ്തേ? നേരെ അകത്തോട്ട് കയറി ഓടിച്ചെന്നു. സാറായോട് പറഞ്ഞു, സാറായേ 3 ഇടങ്ങഴി മാവ്. സ്തോത്രം. ഈ 3 പേർക്ക് ഈ 3 ഇടങ്ങഴി മാവ് എന്തിനാ? സ്തോത്രം. 1 ഇടങ്ങഴി മാവ് കൊണ്ട് സ്തോത്രം. എന്റെ ഭാര്യ ഒരു നല്ല കുക്ക. ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരു 20 അപ്പം ഉണ്ടാക്കാമെന്ന് പറയും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 3 ഇടങ്ങഴി മാവ് കൊണ്ട് 60 അപ്പം. നിങ്ങൾ ചിന്തിക്കുന്നു 3 പേര് 60 അപ്പം കഴിക്കുമെന്ന്? സ്തോത്രം. ഹല്ലേലൂയ. 3 ഇടങ്ങഴി മാവിന്റെ അപ്പവും നല്ലൊരു കാളക്കുഞ്ഞിനെ അങ്ങോട്ട് എടുത്ത് അറുത്ത് ഇതാ പാകമാക്കി കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമേ, ഞാൻ ഇതൊന്നും മറക്കുന്ന ദൈവമല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ തലമുറകൾ കഴിഞ്ഞ നിന്റെ കൊച്ചുമക്കള് മരുഭൂമിയിൽ ഹല്ലേലൂയ അപ്പമില്ലാതെ ഭാരപ്പെടുമ്പോൾ, വിശന്നിരിക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിക്കുന്നു. അവരോട് പറയുക, ഓരോരുത്തര് 1 ഇടങ്ങഴി വീതം അളന്നെടുത്തോളാൻ കേട്ടോ. ഹല്ലേലൂയ. നീ നിന്റെ ഭവനത്തിൽ വന്ന് ഹല്ലേലൂയ എന്നെ മാനിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടി നീ നിന്റെ കരങ്ങൾ തുറന്ന് ഹല്ലേലൂയ സ്വീകരിക്കേണ്ടതുപോലെ നീ എന്നെ സ്വീകരിച്ചതിനാൽ നിന്റെ തലമുറകൾക്ക് ഞാൻ ഒരു ക്ഷാമം വരുത്തത്തില്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? എന്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലെന്ന്. സ്തോത്രം. ഇനി നമ്മുടെ ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗബ്രിയേൽ ദൂതൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മറിയയുടെ അടുക്കൽ വരുന്നു അല്ലേ? സ്തോത്രം. ആ വേദഭാഗം നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. സ്തോത്രം. താഴോട്ട് വരുമ്പോ സ്തോത്രം. ഹല്ലേലൂയ വാഗ്ദത്തം അവനോട് കൊടുത്തു കഴിഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഈ മറിയ ചോദിക്കുക 34-ാമത്തെ വാക്യം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ആ ചോദ്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ശ്രദ്ധയോടെ കേൾക്കണം. 1, സ്തോത്രം, ഈ ബയോളജിക്കൽ പ്രോസസ് ഒരു തലമുറ ഗർഭപാത്രത്തിൽ ഉരുവാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സയൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറിയ പറയുക, ഈ ശാസ്ത്രീയ നിലയിൽ നോക്കിയാൽ ഇതിനൊരു അടിസ്ഥാനവുമില്ല. ഗബ്രിയേലേ, നീ പറഞ്ഞ ദൂത് ഏറ്റവും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് യാതൊരു ശാസ്ത്രീയ തെളിവുമില്ല. പുരുഷനെ അറിയാത്ത എനിക്ക് എങ്ങനെയാ ഈ കുഞ്ഞുണ്ടാകുന്നത്? അപ്പോ ശാസ്ത്രീയമായി ഒരടിസ്ഥാനവുമില്ല. നമ്മളും അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ? പ്രാർത്ഥിച്ചാൽ നിനക്ക് രോഗസൗഖ്യം ഉണ്ടാകുമെന്ന് പറയുമ്പോ നമ്മൾ ആദ്യം ഏറ്റവും ഒടുവിൽ അവസാന ശ്വാസം വലിച്ചിരിക്കുമ്പോഴാ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കുന്നേ. അതുവരെ പോകാവുന്നിടത്ത് മുഴുവൻ പോകും. സ്തോത്രം. അയ്യോ, അതും ഉണ്ട് അനുഭവം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ദേവദാസിനെ 10 മിനിറ്റ് ഉണ്ടല്ലോ അല്ലേ? ഞാൻ അവസാനിപ്പിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ദൂത് എന്റെ ദൈവജനം, എന്റെ മാതാപിതാക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം, സഹോദരങ്ങൾ ഉണ്ടെന്നറിയാം, കുഞ്ഞുങ്ങൾ ഉണ്ടെന്നറിയാം. നിങ്ങൾ ഏറ്റെടുത്തേ മതിയാകൂ. ഇത് എന്റെ അനുഭവമായതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. എന്റെ അനുഭവമാ, അതുകൊണ്ടാ പറയുന്നേ. എന്റെ 4ാമത്തെ കുഞ്ഞ് പ്രൈസ് ദി ലോർഡ്, അബിഗയിൽ. പ്രൈസ് ദി ലോർഡ്. അവരുടെ 3-4 പേരുടെയും പേര് പറയണമല്ലോ, മറന്നുപോയി. എന്റെ വൈഫിന്റെ പേര് ദീപ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ റേച്ചൽ, ഡാനിയൽ, ഏബൽ, അബിഗയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ എന്റെ 2ാമത്തെ മോന് ഡാനിയൽ എന്ന് പേരിട്ടപ്പോ എന്റെ ചർച്ചിലെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഒരു അപ്പച്ചനോട് എന്ന് ചോദിച്ചു, നിനക്ക് വേറെ പേരൊന്നും കിട്ടിയില്ലയോ? സ്തോത്രം. അതിന് കാരണമുണ്ട്.
അത് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞ അപ്പച്ചൻ വിളിക്കണ്ട, സ്തോത്രം. അവനൊരു നല്ലൊരു പ്രാർത്ഥനാ വീരനായി ഇന്ന് കർത്താവിന്റെ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു നല്ല യൗവനക്കാരനായി, ഒരു പ്രാർത്ഥനാ വീരനായി കർത്താവിനോട് നിൽക്കുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾ ചിലതൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതേ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. ഞാൻ ആ ഭാഗം പോവുക. 4-ാമത്തെ കുഞ്ഞ് പ്രൈസ് ലോർഡ്, പ്രിയ അബിഗേല, ഹല്ലേലൂയ, അവിടെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവായി 3-ാമത്തെ മാസത്തെ സ്കാനിങ് കടന്നു വന്നു. ആ സ്കാനിങ് കഴിഞ്ഞിട്ട് ശേഷം റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, റജി, കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളുണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, അതുപോലെ പുറത്തു വരും. ഞാൻ എൻ്റെ വൈഫിനോട് പറയാനൊക്കത്തില്ല, കാരണം ഒരു കുഞ്ഞു കാര്യം വന്നു കഴിഞ്ഞാൽ, സ്തോത്രം, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുന്ന ഒരു പ്രിയപ്പെട്ടവളാ, പ്രാർത്ഥിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, എന്റെ ജീവിതത്തെ നിലനിർത്തുന്നതിന് പിന്നിൽ എന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന. വെളുപ്പിന് 4 മണിക്ക് ദൈവസ്ഥലിൽ മുട്ടുമടക്കും, പ്രൈസ് ദി ലോർഡ്, അവിടെ കണ്ണുനീരാ ഞാൻ നിൽക്കുന്നത്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടട്ടെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ഭാര്യയോട് എനിക്കത് പറയാനൊക്കത്തില്ല. ഞാൻ ജോലിക്ക് പോകുമ്പോൾ വാഹനത്തിൽ കയറുന്നത് വരെ ഞാൻ ഭയങ്കര സന്തോഷവാനാ. വാഹനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ പൊട്ടിക്കരയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 100-300 സ്റ്റാഫിനെ, ഹല്ലേലൂയ, അവരെ മേയിക്കുന്ന ഒരു ജോലിയായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ചെന്ന് കരഞ്ഞ മുഖം കൊണ്ട് അവരുടെ മുമ്പിൽ ഇരിക്കാനൊക്കത്തില്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാഹനത്തിൽ കയറി നിറകണ്ണുകളോടെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചപ്പാ, ഞങ്ങൾ ചോദിച്ച് അങ്ങ് തന്ന ദാനമല്ലേ, നീ തന്നാൽ ഊനമില്ലാത്തതിനെ എന്റെ കയ്യിൽ തരാവൂ. പ്രൈസ് ദി ലോർഡ്. രാപകലുകൾ കരയാൻ തുടങ്ങി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓഫീസിൽ ചെല്ലുമ്പോ എന്റെ സ്റ്റാഫ് ഒക്കെ വന്ന് ചോദിക്കും, റജി എന്തു പറ്റി, ഇസ് എവരിത്തിങ് ഓക്കെ, ബീബി ഓക്കെ ആണോ, ഭവനത്തിൽ എല്ലാ കാര്യങ്ങളും ശരി? ഞാൻ പറഞ്ഞ എല്ലാം ഓക്കെയാ. ശിവനെയും കാര്യത്തിൽ പറഞ്ഞ പോലെ ഏലിശ ചോദിച്ചു, സുഖമായിരിക്കുന്നു? വീട്ടിൽ കുഞ്ഞിനെ പ്രൈസ് മരിച്ച് മുറി കൊണ്ടിട്ട് വന്ന് ശിവനെയും കാര്യത്തോട് ചോദിക്കുക, ഇസ് എവരിത്തിങ് ഓക്കെ? അവള് പറഞ്ഞെന്താ അറിയാമോ? എല്ലാം സുഖമായിരിക്കുന്നു. ഞാനും അതുപോലെ പറയും, എല്ലാം സുഖമായിരിക്കുന്നു. ദൈവത്തിലേ, എന്റെ കുഞ്ഞ്, സ്തോത്രം, ജനിച്ചത് മാർച്ച് മാസം 31-ാം തീയതി 2013 അതൊരു ഈസ്റ്റർ ദിനമായിരുന്നു. ഉയർപ്പിന്റെ ശക്തിയോടെ തന്നെ എന്റെ കർത്താവ് കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ 99.99% പെർഫെക്റ്റ് ആയിട്ട് ആ കുഞ്ഞിനെ എന്റെ കർത്താവിന്റെ കയ്യിൽ തന്നു. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഡൗൺ സിൻഡ്രോം എന്ന്. അന്ന് അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ എന്റെ പൊന്നുമോളെ എന്റെ കയ്യിൽ കിട്ടത്തില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ നിന്റെ വാഗ്ദത്തത്തെ നീ, ഹല്ലേലൂയ, ചില സയന്റിഫിക്, ഹല്ലേലൂയ, ചിലരുടെ ആലോചന ഏറ്റെടുത്ത് നിന്റെ നന്മയെ വേണ്ടാന്ന് വെക്കരുതെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടോ ഒരു ദൂത് വിളിച്ചു പറയുക. നിനക്ക് ലഭിച്ച ചില നന്മകൾ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? അത് പോയത് സാരമില്ലെന്ന് നിന്നോട് പലരും ആലോചന പറഞ്ഞില്ലേ? ഇന്നു രാത്രി പറ, എന്റെ അപ്പൻ തന്ന നന്മയാ, അതെനിക്ക് മടക്കി വേണം. സ്തോത്രം. ഞാൻ വചനത്തിൽ തന്നെ പറയുന്നേ, യായിറോസിന്റെ ഭവനത്തിൽ നിന്നൊരു വാർത്ത വന്ന്, എന്താണെന്നറിയാമോ? കുഞ്ഞ് മരിച്ചെന്ന്. സ്തോത്രം, അല്ലേ? യായിറോസിന്റെ ഭവനത്തിൽ നിന്നൊരു വാർത്ത വന്നു, കുഞ്ഞ് മരിച്ചു. എന്താ യായിറോസ് നിലവിളിക്കാഞ്ഞത്? അവന്റെ കൂടെയുള്ളവൻ ആരെന്ന് അവൻ അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ കർത്താവ് അവനോട് ചേർന്ന് നടക്കുകയാ. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചില്ലേ? ഈ വചനത്തെ നീ മുറുകെ പിടിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ യായിറോസിന്റെ ഭവനത്തിൽ നടന്ന് നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ മറിയ പറയുക, there is no scientific evidence. ഇത് നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇനിയും ഇത് പറയാൻ രണ്ടാമത്തെ കാര്യം, ഇനിയും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് ആരിലൂടെ സംഭവിക്കത്തുള്ളൂ? യോസഫിലൂടെ. കാരണം യോസഫിനെയാ അവക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്, അല്ലേ? പക്ഷെ അവളോട് കൊടുക്കുന്ന ദൂത്, നീ കന്യകയായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ നീ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു മകനെ കൺസീവ് ചെയ്ത നീ അവനെ പ്രസവിക്കുമെന്ന. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു വിടുതൽ സംഭവിക്കും,
ആരോടോ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുകയാ, നിന്റെ മനസ്സിൽ ഇരിക്കുന്നത് എന്റെ വിടുതൽ സംഭവിക്കുന്നത് ഈ വ്യക്തിയിലൂടെയാണ്, ഈ ജോലിയിലൂടെയാണ്, ഈ മേഖലയിലൂടെയാണ് എന്ന് നീ ചിന്തിച്ചിരിക്കുമ്പോൾ എന്റെ കർത്താവ് പറയുന്നു, നിന്റെ സകല പ്ലാനുകളെയും നിന്റെ സകല പദ്ധതികളെയും നിഷ്ഫലമാക്കിക്കൊണ്ട് എന്റെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനായ ദൈവമാ. എന്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായത് ഒന്നുമില്ല. വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ ദൈവമക്കളെ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇത് ഏറ്റെടുക്കുന്നു. സ്തോത്രം. ഈ മറിയ തന്നെ പറയുന്നൊരു വാക്കുണ്ട്, 38-ാമത്തെ വാക്യം. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ട് കടന്നുപോയി. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവളുടെ മുൻപിൽ വന്നു നിൽക്കുന്ന ദൂതൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലോ, ഗബ്രിയേൽ ദൂതനാണെങ്കിലും ഇതാ പ്രൈസ് ദി ലോർഡ്, അവൾ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ ദാസി, ഹല്ലേലൂയ, ഞാൻ അങ്ങയുടെ ദാസി. ഇന്ന് രാത്രി നേൽപ്പിച്ചു കൊടുത്തിട്ട് പറ, അപ്പാ ഞാൻ നിന്റെ ദാസി, ഞാൻ നിന്റെ ദാസൻ, ഞാൻ നിന്റെ കുഞ്ഞ്. എന്നോടുള്ള നിന്റെ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിറവേറിയേ മതിയാകത്തുള്ളൂ. ഈ ദൈവത്തെ കൊണ്ട് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ദൈവമക്കളെ, ഞാൻ ഒരു സയന്റിഫിക്കും, ഞാൻ ഒരു ശാസ്ത്രവും പ്രൈസുള്ള അനേക വർഷങ്ങൾ പഠിക്കുവാൻ എനിക്ക് ഭാഗ്യം തന്നു. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ പഠിച്ചതൊന്നും നിങ്ങളോട് പറയാൻ അല്ല എന്നെ ദൈവം ഇവിടെ അയച്ചത്. സ്തോത്രം. എന്നെ ജീവനോടെ നിർത്തിയിരിക്കുന്ന എന്റെ അരുമരക്ഷകനെ ഉയർത്തുവാനാ നിങ്ങളുടെ മധ്യേ എന്റെ അപ്പനെ അയച്ചതെങ്കിൽ ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി ദൂതുകൾ അറിയിക്കുകയാ. നിന്റെ പ്ലാനുകൾക്ക് ദൈവം വിരാമം കുറിക്കുകയാ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഒരു പ്രയാസമുണ്ട്, അറിയാമോ? നമുക്കൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ ബിയും കൂടെ ഉണ്ട്. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ, ഇത് നടന്നില്ലെങ്കിൽ എന്തായാലും തോമാച്ചാനോട് വിളിച്ച് ചോദിക്കാം. തോമാച്ചാൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് വർഗീസാൻ ഉണ്ടല്ലോ, സ്തോത്രം. വർഗീസാൻ ഇല്ലെങ്കിൽ നമുക്ക് അമ്മിണിമാമോട് വിളിച്ച് ചോദിക്കാം. നീ ഒരമ്മിണിമാമോടും ചോദിക്കണ്ട. നിന്റെ മുറിക്കകത്ത് നീ മുട്ടിന്മേലൊന്നിരി. എന്റെ പ്രിയപ്പെട്ടവൾ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അച്ചാച്ചാ, കരയുവാൻ 2 കണ്ണുകളും മടക്കുവാൻ 2 മുട്ടുകളും ഉണ്ടെങ്കിൽ എന്റെ അപ്പനെ നമ്മുടെ മുറിക്കകത്ത് ഇറക്കി കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. ഇന്ന് രാത്രി കരയുവാൻ 2 കണ്ണുകളും മടക്കുവാൻ 2 മുട്ടുകളും ഉണ്ടോ ദൈവവൈതലേ? നിന്റെ ഏത് വിഷയത്തിനും മറുപടി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. പക്ഷെ ഇതെങ്ങനാ സംഭവിക്കുന്നേ? നിന്റെ മനോഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഇന്ന് രാത്രിയിൽ നമ്മുടെ മുൻപിലുള്ള ചോദ്യത്തിന്റെ മറുപടി എന്റെ കർത്താവ് നൽകി. സ്തോത്രം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സ്തോത്രം. എന്റെ അപ്പന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഒരു കാര്യവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. വിശ്വസിക്കോ ദൈവമക്കളെ? അവരെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് രാത്രി അപ്പനോടൊന്ന് പറയാമോ? അപ്പാ, ഞാൻ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുക. ഞാൻ അങ്ങയുടെ കാൽപാദത്തിൽ വീണ് കിടന്ന് കരയുക. അബ്രഹാമേ, നീ ധനികനായിരിക്കാം. അബ്രഹാമേ, നിനക്ക് നല്ല 100-300 പേര്, നല്ല ആരോഗ്യ ദൃഢഗാത്രന്മാർ നിന്റെ കൂടെ ഉണ്ട് കേട്ടോ. സകല സമ്പത്തും നിന്റെ വീട്ടിലുണ്ട്. നീ എന്തിനാ വീണ് കിടന്ന് കരയുന്നേ? എനിക്ക് അതല്ലാതെ മറ്റൊരു നിവർത്തിയില്ലെന്നേ. ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്ത് ദൈവം വിശ്വസ്തനാണ്. എന്നാൽ വാഗ്ദത്തം ഇതുവരെ എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഈ ലൈനിൽ എന്നെ ശ്രവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആ ശബ്ദം കേൾക്കാതെ ഉറങ്ങരുത്. അതൊരു പക്ഷെങ്കിൽ ഈ രാത്രി നാളെ രാവിലെ ആക്കിയേക്കാം, നാളെ രാവിലെ അടുത്ത ദിവസമാകാം. മറുപടി ലഭിക്കാതെ ഞാൻ എഴുന്നേൽക്കത്തില്ലെന്ന് പറ. എല്ലാ മാസവും ഒടുവിലത്തെ ഒരാഴ്ച ഞങ്ങൾ ദൈവത്തിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടുമാ. ഈ തിങ്കളാഴ്ച ആരംഭിക്കും, ഞായറാഴ്ച അവസാനിക്കും. ഇത് തുടങ്ങിയിട്ട് 1-2 വർഷങ്ങളായി.
ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ഞാൻ ഇന്ന് തന്നെ എന്റെ ദൈവജനത്തോട് പറഞ്ഞിട്ടാ പോരുന്നത്. ഈ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുൻപ് ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങളും വിടുതലുകളും നാം കാണും. നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കും. ഇന്ന് രാത്രി അവസാനിക്കുന്നതിന് മുൻപ്, അടുത്ത പ്രഭാതം ദൈവം നമുക്ക് നൽകുന്നതിന് മുൻപ്, ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ ഉയർപ്പിന്റെ ശക്തിയോട് ദൈവജനം ആരാധിക്കുവാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഭവനങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിക്കായി എന്റെ അപ്പൻ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വലങ്കരം മാർത്തു വെച്ചിട്ട് പറ, അത് എന്റെ ഭവനത്തിൽ സംഭവിക്കട്ടെ. തലകളെ വണക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എന്റെ പൊന്നപ്പച്ച, നിന്റെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു. അപ്പച്ചന്റെ പാദപീഠയെ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ തന്ന ഭാഗ്യത്തിന് നന്ദി. എന്റെ വാത്സല്യ ദൈവദാസനോടും ഇവിടെ കൂടിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, അപ്പാ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ അവർക്കറിയില്ല. എന്നാൽ ഞങ്ങളെ അറിയുന്ന ഒരു അപ്പന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിന് നന്ദി അപ്പ. എന്നെ ഇതിന് പ്രാപ്തനാക്കി എന്റെ അപ്പന് നന്ദി അപ്പ, നന്ദി. ഇന്ന് രാത്രിയിൽ ആവലോട് വേദനയോടെ കടന്നു വന്ന് പ്രിയപ്പെട്ടവർ ഈ ലൈനിലുണ്ട്. എന്റെ അപ്പൻ അവരുടെ ഭവനത്തിൽ ഇറങ്ങിയിരിക്കാൻ നന്ദി. വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങിയിരിക്കാൻ നന്ദി. അടുത്ത പ്രഭാതത്തിൽ ഞങ്ങൾ ചില സാക്ഷ്യങ്ങൾ കേൾക്കും, ചില വിടുതലുകൾ ഞങ്ങൾ കാണും. കാതുകൾ കൊണ്ട് കേട്ടത്, കണ്ണുകൾ കൊണ്ട് കണ്ടത്, കരങ്ങൾ തൊട്ട് അനുഭവിക്കുന്ന ഒരു ദിനമായി എന്റെ ദൈവം ഈ ദിനത്തെ മാറ്റുന്നു എന്ന് ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയുകയാ. നിന്റെ കാതുകൾ കൊണ്ട് കേട്ടത്, മറ്റുള്ളവരുടെ നന്മ നീ കേട്ടിട്ടേ ഉള്ളൂ, മറ്റുള്ളവരുടെ നന്മ നീ കണ്ടിട്ടേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നിന്റെ നന്മ നീ കരങ്ങൾ തൊട്ട് അനുഭവിക്കുന്ന രാത്രിയായി ഈ രാത്രി മാറുകയാൽ നന്ദി. ഈ ജനത്തെ എന്റെ കർത്താവ് അനുഗ്രഹിക്കണമേ അപ്പ. കുറവശങ്ങളെ ഓർക്കല്ലേ, കുറ്റങ്ങളെ ഓർക്കല്ലേ അപ്പ. അങ്ങയുടെ അദൃശ്യമായ കരം ഞങ്ങളുടെ മേൽ തൊടുകയാൽ നന്ദി. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ നിന്റെ സന്നിധിയോടെ ഞങ്ങൾ അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. അടിയൻ അനേക കാര്യങ്ങൾ ഇവിടെ കുറിച്ചു വെച്ചു, ഒന്നും അങ്ങ് പറയിപ്പിച്ചില്ല. നന്ദി അപ്പ, നന്ദി. അടിയനെയും അടിയന്റെ ഭവനത്തെയും കർത്താവ് ഇന്ന് പകൽ അനുഗ്രഹിച്ചതിനാൽ നന്ദി. എന്റെ ഭവനത്തിൽ നിന്ന് രാത്രിയിലും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഉയർത്തിയതിനാൽ നന്ദിയപ്പ. കടന്നു വന്ന ഓരോ ദൈവജനത്തെയും അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മറയ്ക്കും, ദൈവകൃപയിൽ സൂക്ഷിക്കും. ഞങ്ങൾ ഇനി വീണ്ടും കാണുവോളം തിരുകൃപയിൽ പൊതിയും. യേശു അപ്പച്ചന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. അവസരം നൽകിയ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷേകത്തിനോട് ഉള്ള ദൈവമക്കളോടെല്ലാം ഞങ്ങളുടെ പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ ഈ മീറ്റിംഗിന്റെ 325 ദിവസത്തിൽ നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ആത്മനിറകിൽ ജീവിതാനുഭവത്തോടെ നല്ല ആത്മാർത്ഥതയോടെ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത വെങ്കടദാസൻ പ്രിയ രഞ്ജിബിയുള്ള നന്ദിയെ എന്റെ വ്യക്തിപരമായ പേരിലും സഭയുടെ പേരിൽ നിന്ന് അറിയിക്കുന്നു. സ്തോത്രം. വളരെ ആഴത്തിൽ, വളരെ ആത്മാർത്ഥമായി കേട്ടവർക്കറിയാം. അത് ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം ഒരു പുറമെ ഒരു അനുഭവം പറഞ്ഞു പോകുകയല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഞാൻ ഉള്ളത്തോട് സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഓരോ ഉള്ളത്തോട് സ്പർശിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദാസതയും അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ്, അടുത്ത പ്രാവശ്യം മധ്യ കടന്നു വരണം. കുഞ്ഞിന്റെ മനോഹരമായ ഗാനങ്ങൾ കേൾപ്പാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ കാത്തിരിക്കുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവനായ അവസരം തരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണടയ്ക്കാം. ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന ശബ്ദത്തിന് മുൻപിൽ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന ചോദ്യത്തോടെ ഇന്ന് പകൽ ഒരു സ്വയം ശോധനയോടെ കടന്നു വേണം പോകുവാൻ. വാക്തത്വങ്ങൾ നാം ധാരാളം കേൾക്കുന്നവരും നാം അനുഭവിക്കുന്നവരുമാണ്. എന്നാൽ കേട്ട വചനങ്ങളെ ഒന്ന് മുറുകെ പിടിക്കുവാൻ, ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ആലിംഗനം ചെയ്യുവാൻ
വിട്ടുമാറാതെ അതിന് ചേർത്ത് പിടിപ്പാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. ദൈവിക ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മറുതലിക്കാതെ അടിയനിതാ അവിടെ ദാസി അവിടുത്തെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞേൽപ്പിക്കുന്ന ഒരു അനുഭവത്തോടെ നിൽപ്പാൻ നമുക്കിടയാകും. കരയുവാനൊരു കണ്ണും മടക്കുവാനൊരു മുട്ടും കാലും നമുക്കുണ്ടെങ്കിൽ സ്വർഗം കുനിഞ്ഞിറങ്ങി വരും. ഏത് പ്രതിസന്ധികളിലും ഇറങ്ങി വരുവാനിടയായിത്തീരും. രാത്രി കേൾക്കപ്പെടുന്ന സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. അത് കേട്ടത് ആ വചനം ഹല്ലേലൂയ പരിശുദ്ധ ശക്തിയോടെ സ്വീകരിച്ച് അത് 30, 60, 100 മേനി വിളവായി തീരട്ടെ. എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളോട് സംസാരിച്ചു എന്ന്. ചില വ്യക്തികളെ തൊട്ട് സംസാരിച്ച് എനിക്കറിയാം. ആ ഹൃദയങ്ങൾക്ക്, വ്യക്തികൾക്ക് അത് വിടുതലും സൗഖ്യവും ഹല്ലേലൂയ അതേ മനുഷ്യ ചിന്തകൾക്ക് അപ്പുറമായുള്ള ദൈവിക വിടുതലുമായി തീർന്നിരിക്കുകയാണ്. ചില ദൈവിക ശബ്ദങ്ങൾ ഒരുപക്ഷെ ഹല്ലേലൂയ ആരുടെ പേരെടുത്ത് പറഞ്ഞ് ഒരു ദൂത് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അതിലുപരിയായി ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കേട്ടവരാണ്. ഓരോ വ്യക്തികളോടും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധ നിയോഗത്തോടെ പ്രവചന ശബ്ദത്തോടെ വാക്കുകൾ കേൾപ്പിക്കുകയായിരുന്നു. വിശ്വാസം ഉറപ്പിക്കുകയായിരുന്നു. ധൈര്യപ്പെടാം, ദൈവങ്ങളെ കേൾപ്പിക്കാം, പ്രാർത്ഥിക്കാം, കേൾക്കുന്ന സമൂഹമായി സമർപ്പിക്കാം, ദൈവദാസനായി പ്രാർത്ഥിക്കാം, ശുശ്രൂഷ കുഞ്ഞുങ്ങളെ കൊണ്ട് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത് ഇന്ന് രാത്രി വചനം കേട്ട ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കാം. ഇതിന്റെ റെക്കോർഡിംഗ് മെസ്സേജ് കേൾക്കുന്ന അനേകർക്ക് അതൊരു അനുഗ്രഹത്തിനിടയാകുമാറാകട്ടെ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയ ബിജു ദയവായി ഗോവയിൽ നമ്മൾ ജോയിൻ ചെയ്ത് ഈ പ്രാർത്ഥന സഹായിക്കാൻ പ്രാർത്ഥിക്കും. പ്രിയ ബിജു പ്രകാശ്. Hallelujah, hallelujah, hallelujah. Thank you, King of Kings and the Lord of Lords. Lord, we give you all the glory and we give you all the honor, Lord. Thank you, Lord, for the word that was spoken this evening, Lord. Your word is living and powerful. Hallelujah, Lord. Lord, we receive every word which comes into our heart with power, which is living, Lord. And we pray that let the word continue to dwell in us. Hallelujah. We thank you for the word that we heard today, Lord. Is there anything too hard for me? Those who honor me, I will honor. Hallelujah, Lord. Lord, we thank you. There are many times when we have failed, hallelujah, Lord. But we thank you for reminding us you're a God full of compassion. You're a merciful God, Lord. Even today, Lord, the word of God says, today, if you hear the word of God, do not harden your heart, Lord. Yes, Lord, we come to you, Lord. We come to you with a contrite spirit, with a broken heart, and we say we are sorry for the past. From this day onwards, every word that we received, Lord, we heard today, Lord. Help us to rebuild our connection with you. Help us to rebuild our relationship with you, Lord. We thank you for Pastor Reggie, who spoke to us so powerfully, Lord. We thank you for the testimonies, Lord. We thank you for all the goodness, all the good things that you have done in his life, Lord. We pray for his family, pray for his ministry, pray for his church, pray for the nation where he is placed, Lord. We thank you, Lord. We praise you, Lord. Lord, let him be a blessing to many more people and he and his ministry continue to add more people into the kingdom of God. Hallelujah, Lord. We thank you for this wonderful evening. We thank you for this platform. We thank you for the internet and the Zoom and everyone who are gathered this evening, Lord. And we say thank you to you, Lord, for speaking to each and every one of us so very clearly, Lord. So very clearly you spoke to us, Lord. You exposed the meaning of every word, Lord. You exposed the deeper meanings, what the Father wanted us to hear this evening. Yes, Lord, we say thank you, Lord. We have indeed heard your voice, and we will go back rejoicing, Lord, to rebuild, to reconnect, Lord, to enter into a stronger relationship with you, Lord, and to move from glory to glory, Lord. We thank you, Lord. We pray for Pastor Johnson and family, Lord. Continue to bless them, bless their ministry, bless all that they're doing, Lord. And we pray for all the warriors who continue to pray behind the scene for this meeting, Lord. We thank you, Lord. This 300 plus meeting was not possible, Lord, without the Holy Spirit moving in our midst, Lord. We commit once again everybody into your hands, Lord. We thank you once again for speaking to us, Lord. We receive your word, Lord. We welcome your word, Lord. We embrace your word, hallelujah, Lord. We cling on to your word, which is living and powerful, hallelujah. That is our only hope, hallelujah, Lord. We thank you, we praise you. In the mighty name of Jesus we pray, Lord. Amen. Amen. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഭാസിപ്പോഴും
നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ തിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും നീ തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിന്റെ രണ്ടാമത്തെ അവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയദാസൻ പ്രിയ റജി അവരോടുള്ള നന്ദിയെ അറിയുന്ന സ്നേഹം അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഹല്ലേലൂയ പ്രിയ സണ്ണിപ്പാസ് നന്ദി ഞാൻ